സഹോവാച നവാ അരേ പത്യുഃ കാമായ പതിഃ പ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിഃ പ്രിയോ ഭവതി. സഖ ഉവാച, ആ യാജ്ഞവൽക്യൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വാ എന്നുള്ളത് വൈ, നിശ്ചയായും വൈ ആണ് വാ എന്നുള്ളത്. അവിടെ വൈ അരേ, അല്ലയോ മൈത്രേയി, പത്യുഃ കാമായ പതിഹി ന പ്രിയഃ ഭവതി. ഭർത്താവിന്റെ പതിയുടെ കാമത്തിനു വേണ്ടി അല്ല പതി പ്രിയപ്പെട്ടവനായിരിക്കുന്നത്. പിന്നെയോ ആത്മനസ്തു കാമായ പതിഹി പ്രിയഃ ഭവതി. ആത്മനഃ കാമായ, തന്റെ കാമത്തിനു വേണ്ടിയാണ് പതി പ്രിയപ്പെട്ടവനായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പതി പ്രിയപ്പെട്ടവനായിരിക്കുന്നത്? പതി തന്നെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പതി തനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നു. അപ്പൊ തനിക്ക് പതിയോടല്ല ഇഷ്ടം, പിന്നെ ആരോടാണ്? തന്റെ സന്തോഷത്തോടാണ് ഇഷ്ടമുള്ളത്. സന്തുഷ്ടനായ തന്നെ, സന്തുഷ്ടയായ തന്നെയാണ് തനിക്കിഷ്ടം. ആ തന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ സന്തുഷ്ടയായ തന്നെ പുറത്തു വരാൻ പതിയുടെ സ്നേഹമോ പതിയുടെ പ്രവൃത്തികളോ ഉപകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്താവുന്നു? പതി പ്രിയപ്പെട്ടവനാവുന്നു. തന്റെ ഉള്ളിലുള്ള സന്തോഷിക്കുന്ന തന്നെ പുറത്തു കൊണ്ടുവരാത്ത ഒന്നിനെയും ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ? നമ്മളാരെങ്കിലും നമ്മുടെ സന്തോഷം കെടുത്തുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ നിൽക്കുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മുടെ സന്തോഷിക്കുന്ന നമ്മളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആ സന്തോഷത്തെ പ്രചോദിപ്പിക്കുന്ന, ആ സന്തോഷത്തെ പുറത്ത് കൊണ്ടുവരാൻ ഉപകരിക്കുന്ന എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് തീരും. ആ സന്തോഷം തല്ലിക്കെടുത്തുന്ന എല്ലാം നമുക്ക് അപ്രിയമായിട്ടും തീരും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണ്? നമ്മളുടെ ഈ ഒരു സന്തുഷ്ടമായിട്ടുള്ള സ്വരൂപത്തെയാണ് നമുക്ക് ഇഷ്ടമുള്ളത്. ആ ഇഷ്ടമാണ് മറ്റു പലതിലുമായിട്ട് ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയുന്നത്. സഹോവാച നവാ അരേ പത്യുഃ കാമായ പതിഃ പ്രിയോ ഭവത്യാത്മനസ്തു കാമായ പതിഃ പ്രിയോ ഭവതി. അടുത്തത് നവാ അരേ ജായായൈ കാമായ ജായാ പ്രിയാ ഭവതി. ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി. അപ്പൊ ഇത് ഒരു നാണയത്തിന്റെ ഒരു വശം മാത്രമാണ്. ഇത് പതിയുടെ കാമത്തിന് വേണ്ടിയിട്ടല്ല പതി പ്രിയപ്പെട്ടവനായിരിക്കുന്നത്, തന്റെ കാമത്തിന് വേണ്ടിയാണ്. തിരിച്ചു അങ്ങനെ തന്നെയാണ്. ജായായൈ കാമായ ജായാ ന പ്രിയാ ഭവതി. ആരും തന്നെ ഭാര്യയുടെ കാമത്തിന് വേണ്ടിയിട്ടല്ല ഭാര്യയെ കാമിക്കുന്നത്. ഭാര്യയുടെ കാമത്തെ ഉദ്ദേശിച്ചിട്ടല്ല, സന്തോഷത്തെ ഉദ്ദേശിച്ചിട്ടല്ല ഭാര്യ തനിക്ക് പ്രിയപ്പെട്ടവളായിരിക്കുന്നത്. പിന്നെയോ ആത്മനസ്തു കാമായ, തന്റെ കാമത്തിന് വേണ്ടിയാണ്, തനിക്ക് സന്തോഷത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഭാര്യ പ്രിയപ്പെട്ടവളായിട്ട് തീരുന്നത്. തനിക്ക് സന്തോഷത്തെ നൽകുന്നില്ലെങ്കിലോ ഭാര്യ പ്രിയപ്പെട്ടവളല്ലാതെയായിട്ട് തീരും. അതുപോലെ തന്നെ ഭർത്താവ് തനിക്ക് സന്തോഷത്തെ നൽകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവനല്ലാതെയായിട്ട് തീരും. അപ്പൊ പ്രിയം എപ്പോഴും സന്തുഷ്ടനായിട്ടുള്ള അല്ലെങ്കിൽ സന്തുഷ്ടയായിട്ടുള്ള തന്റെ നേർക്കാണ്. ആ സന്തോഷത്തെ ഇവോക്ക് ചെയ്യുന്ന, അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. ആ സന്തോഷത്തെ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു വരാൻ അനുവദിക്കാത്ത, നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന എല്ലാം തന്നെ നമുക്ക് അപ്രിയമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ സന്തോഷം നമ്മുടെ ആ പ്രിയപ്പെട്ട ആ ഒരു സന്തുഷ്ടമായിട്ടുള്ള തന്നോട് തന്നെയാണ് എന്നുള്ള വാസ്തവത്തെ ബോധിപ്പിക്കുകയാണ് ഈ ഭാഗത്ത് യാജ്ഞവൽക്യം ചെയ്യുന്നത്. വളരെ വലിയൊരു തിരിച്ചറിവാണ്, അല്ലെ? നമ്മളെ തന്നെ സ്നേഹിച്ചിട്ടാണ് നമ്മൾക്ക് മറ്റുള്ളതെല്ലാം പ്രിയപ്പെട്ടതായിരിക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് മറ്റുള്ളതാണ് നമുക്ക് പ്രിയപ്പെട്ടത് എന്നാണ് അറിയാതെ നമ്മൾ വിചാരിക്കുന്നത്.
ഭാര്യ തനിക്ക് പ്രിയപ്പെട്ടവളാണ്, ഭർത്താവ് തനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അത് ചിന്തിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹത്തിന്റെ പ്രതിഫലങ്ങൾ മാത്രമാണ്. നമ്മളുടെ ഈ സന്തുഷ്ടമായിട്ടുള്ള തന്നെയാണ്, സന്തുഷ്ടനായ തന്നെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് പുത്രന്മാരുടെ കാര്യവും. നവാ അരേ പുത്രാണാം കാമായ പുത്രാ പ്രിയാ ഭവന്തി. ആത്മനസ്തു കാമായ പുത്രാ പ്രിയാ ഭവന്തി. പുത്രന്മാരെന്നുള്ളതിൽ നമ്മൾ പുത്രികളെയും മനസ്സിലാക്കണം. പുത്രന്മാരോ പുത്രിമാരോ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത് പുത്രന്മാരുടെയോ പുത്രിമാരുടെയോ കാമത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ തന്റെ കാമത്തിന് വേണ്ടിയിട്ടാണ്. ഒരു മകൻ ഉണ്ടാവുക, ഒരു മകൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ടാണ് തനിക്ക് പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത്. തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പ്രിയമായതായിട്ട് താൻ കരുതിയാലും ശരി, പിന്നീട് അത് പ്രിയം അല്ലാത്തതായിട്ട് തീരും. ഏത് മകനായാലും ശരി, ഏത് മകളായാലും ശരി, തന്റെ സന്തോഷത്തെ കെടുത്തുന്നു എന്ന് കണ്ടാൽ ആ പ്രിയമൊക്കെ ഇല്ലാതെയാവും. തന്നെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം പുത്രനോ പുത്രിയോ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് തന്നെ ഒരു ഈശ്വരഭാവം വന്നു ചേരുന്നുണ്ട്. ആർക്ക്? ഈ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ഈശ്വരഭാവം വന്നു ചേരുന്നുണ്ട്. അതെങ്ങനെ ഈശ്വരഭാവം വന്നു ചേരുന്നത്? ഈശ്വരന്റെ ഒരു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അച്ഛനായാലും ശരി, അമ്മയായാലും ശരി. ഈശ്വരൻ നിയോഗിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആര്? അച്ഛനായാലും അമ്മയായാലും. അപ്പൊ ഈശ്വരനാൽ നിയുക്തനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ഒരച്ഛൻ അല്ലെങ്കിൽ ഒരമ്മ വർത്തിക്കുന്നത്. ഈശ്വരനാൽ നിയുക്തനായിട്ടുള്ള ഒരാൾ, ഈശ്വരന്റെ പണി ചെയ്യാൻ സഹായിയായിട്ട് നിലകൊള്ളുന്ന ഒരാൾ. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്നാണെങ്കിൽ, നമുക്ക് ഒരു വസ്തു ഒരാൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെ കുറിച്ചിട്ടുള്ള അറിവ് അയാൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കണം. വേണമല്ലോ. നമുക്ക് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു പാത്രം നമ്മൾ ഉണ്ടാക്കുന്നു, ഒരു കൊശവൻ പാത്രം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പാത്രം ഉണ്ടാക്കാനുള്ള അറിവ് ആർക്കുണ്ടാവണം? കൊശവൻ ഉണ്ടാവണം. അതേപോലെ തന്നെ വാസ്തവത്തിൽ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് കുട്ടിയെ ഉണ്ടാക്കുന്നത് എന്ന് ഇരിക്കട്ടെ. അച്ഛൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിലാണല്ലോ കുട്ടി വളരുന്നത്. അപ്പൊ അമ്മയാണ് കുട്ടിയെ ഉണ്ടാക്കുന്നത് എന്ന് ഇരിക്കട്ടെ. ഈ കുട്ടിയെ ഉണ്ടാക്കാനുള്ള എല്ലാ അറിവും അമ്മയ്ക്ക് ഉണ്ടാവണ്ടേ? കുട്ടിയെ ഉണ്ടാക്കാനുള്ള എല്ലാ അറിവും ആർക്കുണ്ടാവണം? അമ്മയ്ക്ക് ഉണ്ടാവണം. അമ്മയാണ് കുട്ടിയുടെ ശരിക്കുള്ള അമ്മയാണ് കുട്ടിയുടെ സ്രഷ്ടാവ്. കുട്ടിയുടെ ശരിക്കുള്ള സ്രഷ്ടാവ്, കുട്ടിയെ ഉണ്ടാക്കുന്നത് അമ്മയാണ് എന്ന് പറയാൻ എപ്പോഴേ നമുക്ക് സാധിക്കുള്ളൂ? ആ അമ്മയ്ക്ക് കുട്ടി ഉണ്ടാക്കാനുള്ള എല്ലാ അറിവുകളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അമ്മയാണ് കുട്ടിയെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. പക്ഷെ ഏതമ്മയ്ക്കാണ് കുട്ടിയെ ഉണ്ടാക്കിയെടുക്കാനുള്ള അറിവുള്ളത്? വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു സൃഷ്ടി അല്ലെ, അതെല്ലാം ചേരുന്ന വിധത്തില്, അത് ഓരോരോ ഘട്ടത്തിലും ക്രമികമായിട്ട് വളരുന്ന വിധത്തില്, ഓരോരോ അവയവവും എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവയവങ്ങളാണ്. ഓരോ അവയവങ്ങളും എടുത്ത് ചിന്തിച്ചാൽ ഓരോന്ന് അങ്ങേയറ്റ സങ്കീർണമായിട്ടുള്ള വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും. തലച്ചോറ്, അമ്മയ്ക്ക് അറിയോ എങ്ങനെയാ കുട്ടിയുടെ തലച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത്? കണ്ണ്, അമ്മയ്ക്ക് അറിയോ കണ്ണ് എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത്? മൂക്ക്, അമ്മയ്ക്ക് അറിയോ എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത്? ഓരോ കോശങ്ങളും അമ്മയ്ക്ക് അറിയോ എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത്? ഇല്ല, ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ല. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നത്? അമ്മയാണ് കുട്ടിയെ ഉണ്ടാക്കിയതെന്ന് പറയും. അമ്മയാണോ ശരിക്കും? അല്ല, അമ്മ ഈശ്വരൻ നിയോഗിച്ചൊരു പണി എടുത്തു എന്ന് മാത്രം. എന്താണ്? ആ കുട്ടിയെ വഹിക്കുന്ന ഒരു ഉപാധിയായിട്ട് മാത്രമാണ് അമ്മ നിലകൊള്ളുന്നത്. അപ്പൊ ഒരു കുട്ടി, ഒരു അമ്മയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അവിടെ അമ്മ ചെയ്യുന്നത് വാസ്തവത്തിൽ ഈശ്വരന്റെ ജോലിയാണെന്ന് പറയാം. ഈശ്വരൻ നിയോഗിച്ച ജോലിയാണ് അമ്മ ചെയ്യുന്നത്.
അപ്പൊ അതിന് ഈശ്വരനാൽ നിയുക്തമാക്കപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതില് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ സന്തോഷം, അങ്ങേയറ്റത്തെ ആനന്ദം ഒരു അമ്മ അനുഭവിക്കുന്നുണ്ട്. ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോ ഈശ്വരഭാവമാണ് അമ്മ ശരിക്കും അനുഭവിക്കുന്നത്, അച്ഛൻ ശരിക്കും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയോട് അവിടെ സ്വാഭാവികമായിട്ടും തന്നെ ആ ഈശ്വരീയമായിട്ടുള്ള ഒരു ഈശ്വരനാൽ നിയുക്തമാക്കപ്പെട്ട ജോലിയാണ് തന്നിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ആ കുട്ടിയോട് അമ്മയ്ക്ക് എന്തുണ്ട്? സ്നേഹമുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഈശ്വരഭാവം തന്നിലുണ്ടാവുമ്പോ ആ ഒരു കുട്ടിയുടെ സ്രഷ്ടാവ് എന്നുള്ളൊരു ഭാവം തന്നിൽ അറിയാതെ വന്നു ചേരുമ്പോ അതിൽ ആ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ആ സന്തോഷിക്കുന്ന തന്നെയാണ് അമ്മ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല കുട്ടിയോടുള്ള സ്നേഹം. പിന്നെയോ ആ ഒരു ഈശ്വരഭാവം അനുഭവിക്കാൻ, ആ ഒരു സന്തോഷം അനുഭവിക്കാൻ നിമിത്തമായിട്ട് ഈ കുട്ടി തീരുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് അവിടെ കുട്ടി അമ്മയ്ക്ക് പ്രിയപ്പെട്ടതായി തീരുന്നു. മകനായാലും ശരി, മകളായാലും ശരി, അച്ഛനായാലും ശരി, അമ്മയ്ക്കായാലും ശരി പ്രിയപ്പെട്ടതായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടി തനിക്ക് സന്തോഷത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ്. തൻ്റെ സന്തോഷത്തെ, തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരഭാവം പ്രകടാവാൻ, ഈശ്വരഭാവം തന്നിലൂടെ പ്രകടാവാൻ ഈ കുട്ടി നിമിത്തമാകുന്നു എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയോട് അമ്മയ്ക്ക് സ്നേഹമുണ്ട്. അപ്പൊ തൻ്റെ ഉള്ളിൽ ഈ ഒരു സന്തോഷം ഉണ്ടാക്കുന്നു, അച്ഛനോ അമ്മയോ ആവുന്നത് തൻ്റെ ഉള്ളിൽ ഈ ഒരു സന്തോഷത്തെ ഉണ്ടാക്കാൻ ഹേതുവായി തീരുന്നു എന്നുള്ളത് കൊണ്ട് അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനോട് അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനെ കുട്ടിയോട് സ്നേഹമുണ്ട്. അല്ലാതെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല ശരിക്കും ആരും കുട്ടിയെ സ്നേഹിക്കുന്നത്. ശരി. അപ്പൊ പുത്രാണ കാമായ പുത്രാഹ ന പ്രിയാഹ ഭവന്തി. പിന്നെയോ ആത്മനസ്തു കാമായ പുത്രാഹ പ്രിയാഹ ഭവന്തി. ആത്മനസ്തു കാമായ തൻ്റെ സന്തോഷം ഹേതുവായിട്ടാണ്, തൻ്റെ കാമത്തിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പ്രിയപ്പെട്ടതായിട്ടിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നവാ അരേ വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി. ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭവതി. ആരും തന്നെ വിത്തത്തിന് വേണ്ടി അല്ല വിത്തത്തെ സ്നേഹിക്കുന്നത്, മറിച്ച് തനിക്ക് വേണ്ടിയാണ് വിത്തം പ്രിയപ്പെട്ടതായിരിക്കുന്നത്. തനിക്ക് സന്തോഷത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് വിത്തം പ്രിയപ്പെട്ടതായിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വിത്തം പ്രിയപ്പെട്ടതാവില്ല. അപ്പൊ വിത്തത്തിനോടുള്ള പ്രേമവും തന്നോടുള്ള പ്രേമത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. ഏത് തന്നോടുള്ള പ്രേമത്തിന്റെ? ദുഃഖിതനായിരിക്കുന്ന തന്നെ ആർക്കും ഇഷ്ടമില്ല. ആ തന്നെ ഇവോക്ക് ചെയ്യുന്നതിനെ ഒന്നും ആരും ഇഷ്ടപ്പെടില്ല. തൻ്റെ ദുഃഖത്തെ, ദുഃഖിതനായിട്ടുള്ള ഒരു തന്നെയാണ് എന്തെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുവരണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദുഃഖമാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ദേഷ്യമാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവുമോ? എന്തെങ്കിലും ഒരു വസ്തുവിനെ, ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യമാണ് ഇതിനെ അരച്ച് കയറണമെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്ത് വരുന്ന നമ്മുടെ ഭാവം എന്താണ്? ദേഷ്യം പിടിച്ച ഞാൻ. ആ തന്നെ നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യപ്പെട്ട ഭാവത്തെ പുറത്തു കൊണ്ടുവരുന്നതിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല, നമുക്ക് അതിനോട് ഇഷ്ടമുണ്ടാവില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സന്തുഷ്ടമായിട്ടുള്ള ഭാവത്തെ പുറത്തു കൊണ്ടുവരുന്നതിനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ചിന്തിച്ചു നോക്കല്ലേ എന്നുള്ളത്. ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ഒന്ന് കിട്ടുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിൽ സന്തോഷത്തെ ഇവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇഷ്ടമായിരിക്കും, അല്ലേ? ആരെങ്കിലും കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമാണ് ഉണ്ടാവുന്നത്, സന്തോഷമാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാവും, അയാളോട് ഇഷ്ടം ഉണ്ടാവും. നേരെ വിപരീതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യ അല്ല പ്രിയപ്പെട്ടതായിരിക്കുന്നത്, മറിച്ച് ഭാര്യ തനിക്ക് സന്തോഷം നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഭാര്യ പ്രിയപ്പെട്ടതായിരിക്കുന്നു. ഭർത്താവ് അല്ല പ്രിയപ്പെട്ടവനായിരിക്കുന്നത്, ഭർത്താവ് തനിക്ക് സന്തോഷം നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഭർത്താവ്
പ്രിയപ്പെട്ടവനായിരിക്കുന്നു. മക്കളല്ല പ്രിയപ്പെട്ടവരായിരിക്കുന്നത്, പിന്നെയോ മക്കള് തനിക്ക് സന്തോഷത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് മക്കള് പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ധനം ധനം സ്വതവേ പ്രിയപ്പെട്ടതൊന്നല്ല, പക്ഷെ അതെപ്പോഴാണ് തനിക്ക് പ്രിയത്തെ ഉണ്ടാക്കുന്നത്, തനിക്ക് സന്തോഷത്തെ നൽകുന്നത്, അപ്പൊ ധനം പ്രിയപ്പെട്ടതായിരിക്കുന്നു. ധനം തനിക്ക് സന്തോഷത്തെ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒരാൾ ധനത്തെ ഇഷ്ടപ്പെട്ടോണമെന്നില്ലേ. അതിനൊരു ചെറിയൊരു കഥ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഒരാൾ കുറെ കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അയാൾക്ക് ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോ അയാൾ മനസ്സിലാക്കണം എന്താണ്, എല്ലാം കൊള്ളയടിക്കപ്പെട്ടു. കള്ളപ്പണം സൂക്ഷിച്ചു വെച്ച കള്ളപ്പണം ഒക്കെ കൊള്ളയടിക്കപ്പെട്ടു. അപ്പൊ അയാൾക്ക് ഇല്ലാത്ത ദുഃഖമായി. ഈശ്വര, അത്രയും കാലം മെനക്കെട്ട് സമ്പാദിച്ചതൊക്കെ ഇതാ നഷ്ടപ്പെട്ടിരിക്കും. വല്ലാത്ത ദുഃഖമായി, ഇങ്ങനെ ദുഃഖിച്ചിരിക്കും. അപ്പോഴാണ് ജീപ്പ് വന്നിട്ട് വീടിന് ഉമ്മർക്ക് നിർത്തിയിരിക്കുന്നത്. എന്താണ്, റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അയാൾക്കുണ്ടായ ഒരു സന്തോഷം. വെറുതെ അല്ല ഭഗവാനെ ഹരി എന്ന് പറയുന്നത്. ഹരി പറഞ്ഞാൽ എന്താണ്, ഹരിക്കുന്നവൻ. ഹരിക്കുന്നവൻ എന്ന് വെച്ചാൽ മോഷ്ടിക്കുന്നവൻ എന്നാണ് ഹരി പറഞ്ഞ അർത്ഥം. അപ്പൊ ഭഗവാനെ ഹരി എന്ന് പറയുന്നത് വെറുതെ അല്ല, ഭഗവാൻ ഹരിയുടെ രൂപത്തിൽ എന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നാണ് അയാൾ വിചാരിക്കുന്നത്. മനസ്സിലായില്ല? ആ കള്ളപ്പണം അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പിടിക്കപ്പെടുകയായിരുന്നു. പക്ഷെ നല്ല കാലത്തിന് അതൊക്കെ മോഷ്ടിക്കപ്പെട്ടു. അയാൾക്ക് ധൈര്യമായിട്ട് താക്കോൽ എടുത്തു കൊടുക്കാനേ, പോയി എല്ലായിടത്തും തിരഞ്ഞോളൂ, തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും എനിക്ക് തന്നിട്ട് പോയിക്കോളൂ എന്ന് പറയാം, ധൈര്യമായിട്ട് അല്ലേ. അപ്പൊ ധനമാണ് പ്രിയപ്പെട്ടതെങ്കിൽ, ധനമാണ് അയാൾക്ക് സന്തോഷത്തെ ഉണ്ടാക്കുന്നതെങ്കിൽ, ആ ധനം നഷ്ടപ്പെടുന്ന അവസരത്തില് അയാൾക്ക് തീർത്തും ദുഃഖം തന്നെ ആവേണ്ടതാണ്. പക്ഷെ ഇപ്പോ ധനം നഷ്ടപ്പെട്ടത് അത് അനുഗ്രഹമായിട്ട് അയാൾ കരുതുന്നത്. അപ്പൊ എന്താണ് അതിന് മനസ്സിലാക്കാനുള്ളത്? ധനം എന്നുള്ള നിലയ്ക്ക് അത് സന്തോഷത്തെ നൽകുന്നില്ല. അതെപ്പോഴാണോ തന്റെ സന്തോഷത്തിന് ഉതകുന്നത് അപ്പൊ അത് സന്തോഷത്തെ നൽകും, പ്രിയപ്പെട്ടതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എത്ര വലിയ ധനവും പ്രിയപ്പെട്ടതായിരിക്കില്ല. ആത്മസ്തുകാമായ വിത്തം പ്രിയം ഭവതി. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നവാ അരേ വാക്യം. നവാ അരേ ബ്രഹ്മണ കാമായ ബ്രഹ്മ പ്രിയം ഭവതി. ആത്മനസ്തു കാമായ ബ്രഹ്മ പ്രിയം ഭവതി. അല്ലയോ മൈത്രേയി, ബ്രഹ്മണഃ കാമായ ബ്രഹ്മ ന പ്രിയം ഭവതി. ബ്രഹ്മണഃ, ബ്രഹ്മ എന്നുള്ളത് കൊണ്ട് ഇവിടെ വേദം പഠിച്ചവൻ എന്നുള്ള അർത്ഥം മനസ്സിലാക്കാം. നമുക്ക് വിദ്വാൻ എന്നുള്ള അർത്ഥം മനസ്സിലാക്കാം. വിദ്വാൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ്. ആർക്ക്? പൊതുവെയുള്ള കുറെ എണ്ണത്തിന് എടുത്തെടുത്ത് പറയാണ്. എന്നിട്ട് അവസാനം സർവസ്യ എന്ന് പറയും, എല്ലാത്തിൻ്റെയും. ഏതൊന്നൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നുവോ അതൊന്നും അതിനോടുള്ള പ്രേമം കൊണ്ടല്ല നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത്, മറിച്ച് തന്നോടുള്ള പ്രേമം കൊണ്ടാണ്. അതാണ് ചുരുക്കം പറയാൻ പോകുന്നത്. അതാണ്. അപ്പൊ നമുക്ക് പരിചയമുള്ള, നമ്മൾ പ്രിയപ്പെട്ടതായി കാണുന്ന കുറെ എണ്ണങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിനെ ബോധിപ്പിക്കുകയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വിദ്വാൻ, അറിവ് നേടുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് അറിവ് നൽകുന്ന ആള്, സ്വയം അറിവുള്ള ആള്, അയാൾ നമുക്ക് ചിലപ്പോൾ പ്രിയപ്പെട്ടവനായിട്ട് തീരും. പക്ഷെ അങ്ങനെയുള്ള ബ്രാഹ്മണൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് വേദം പഠിച്ചവൻ എന്നുള്ള അർത്ഥം എടുക്കാം. വേദം പഠിച്ച ഒരാള് അല്ലെങ്കിൽ വിദ്വാനായിട്ടുള്ള ഒരാള് നമുക്ക് പ്രിയപ്പെട്ടവനാണ്. എപ്പോഴാവാൻ പ്രിയപ്പെട്ടവനാവുന്നത്? അവൻ തൻ്റെ ഉള്ളിൽ സന്തോഷത്തെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, തൻ്റെ ഉള്ളിൽ സന്തോഷത്തെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവൻ തനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ പ്രിയപ്പെട്ടവനായിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മണഃ കാമായ ബ്രഹ്മ ന പ്രിയഃ ഭവതി. പിന്നെ പ്രിയം ഭവതി. ആത്മനസ്തു കാമായ ബ്രഹ്മ പ്രിയം ഭവതി. തന്റെ കാമത്തിന് വേണ്ടിയിട്ടാണ് വിദ്വാൻ തനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നത്. തനിക്ക് സന്തോഷത്തെ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ വിദ്വാൻ പ്രിയപ്പെട്ടവനായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം വിദ്വാൻ പ്രിയപ്പെട്ടവനായിരിക്കില്ല. കാരണം എന്താണ്? തനിക്ക് സന്തോഷത്തെ ഉണ്ടാക്കുന്നില്ല. അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദ്വാൻ പ്രിയപ്പെട്ടവനായിരിക്കാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിദ്വാൻ ചിലപ്പോൾ അപ്രിയ
ഒരു വിദ്വാൻ നമുക്ക് പ്രിയപ്പെട്ടവനായിട്ട് തീരുന്നത് അയാൾ നമുക്ക് സന്തോഷത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അയാളോടുള്ള കാമം കൊണ്ടല്ല അയാൾ പ്രിയപ്പെട്ടവനായിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷത്രം, വലിയ നേതാക്കന്മാരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം. എപ്പോ നേതാക്കന്മാർ നമുക്ക് ഉപകരിക്കുന്ന വിധത്തിൽ. ക്ഷത്രം എന്ന് വെച്ചാൽ ഇവിടെ ക്ഷത്രിയൻ അർത്ഥം മനസ്സിലാക്കാം. ക്ഷത്രിയൻ നമുക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നത് ക്ഷത്രിയനോടുള്ള പ്രേമം കൊണ്ടല്ല, മറിച്ച് തന്നോടുള്ള പ്രേമം കൊണ്ടാണ്. നമുക്ക് ഉപകാരം ചെയ്യുന്നവനാകുമ്പോ, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാകുമ്പോ ക്ഷത്രിയൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ്. നേരെ മറിച്ച് നമ്മെ ഉപദ്രവിക്കുന്നവനാണെങ്കിലോ അവൻ നമുക്ക് പ്രിയപ്പെട്ടവനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷത്രിയന്റെ കാമത്തിന് വേണ്ടിയല്ല ക്ഷത്രിയൻ പ്രിയപ്പെട്ടവനാകുന്നത്, മറിച്ച് നമുക്ക് നമ്മളോടുള്ള കാമം കൊണ്ടാണ് ക്ഷത്രിയൻ പ്രിയപ്പെട്ടവനാകുന്നത്. ശരി, അതുപോലെ നവ അരേ വായിച്ചില്ലല്ലോ. നവ അരേ ക്ഷത്രസ്യ കാമായ ക്ഷത്രം പ്രിയം ഭവതി. ആത്മനസ്തു കാമായ ക്ഷത്രം പ്രിയം ഭവതി. നവ അരേ ലോകാനാം കാമായ ലോകാഃ പ്രിയാ ഭവന്തി. ആത്മനസ്തു കാമായ ലോകാഃ പ്രിയാ ഭവന്തി. ലോകങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് വിധത്തിൽ അർത്ഥം മനസ്സിലാക്കാം. ഒന്ന്, ലോകങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഈ ലോകം നമുക്ക് പ്രിയപ്പെട്ടതാണ്. എപ്പോ ഈ ലോകം നമ്മെ സന്തോഷിപ്പിക്കുമ്പോ ഇത് നമുക്ക് പ്രിയപ്പെട്ടതാണ്. സ്വർഗം നമുക്ക് പ്രിയപ്പെട്ടതാണ്. എന്തുകൊണ്ട്? സ്വർഗത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ ഉതകുന്ന സാഹചര്യമുണ്ട്, ആളുകളുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വർഗം നമുക്ക് പ്രിയപ്പെട്ടതാണ്. അല്ലാതെ പറയാൻ പറ്റില്ല. സ്വർഗത്തില് നമ്മളെ സന്തോഷിപ്പിക്കുന്നവയൊക്കെ ഉണ്ട്, അതുകൊണ്ട് സ്വർഗം നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ പോയി നമ്മൾ അനുഭവിച്ച് വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ പറയുന്നു, ഇത്രയും പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. സ്വർഗത്തെ കുറിച്ചിട്ടുള്ള വിവരണം നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. എങ്ങനെ? വളരെ സുഖപ്രദമായിട്ടുള്ള സാഹചര്യമാണ് സ്വർഗത്തിലുള്ളത്. പിന്നെ ഹിന്ദുക്കളുടെ സ്വർഗം പോലെ കേമായിട്ട് വേറെ ഒരു സ്വർഗവും ഇല്ലതാണ്. ഹൈന്ദവ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ശാസ്ത്രങ്ങളിലും ഇസ്ലാം മതത്തിലും ക്രിസ്തീയ മതത്തിലും ഒക്കെ സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് വ്യത്യാസമുള്ളത് എന്താണെന്നാണെങ്കിൽ, ഇസ്ലാം മതക്കാർ പറയുന്ന സ്വർഗം അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷ്യം. സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം. ക്രിസ്തു മതത്തിലും അതുപോലെ തന്നെയാണ്. സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഹൈന്ദവ ശാസ്ത്രങ്ങളിലും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വർഗം ഒരു താൽക്കാലികമായിട്ടുള്ള താവളം മാത്രമാണ്, അത് നിസ്സാരമാണ് എന്നാണ് ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. പക്ഷേ മറ്റു ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ എത്രയോ ഗംഭീരമായിട്ട്, എത്രയോ കേമമായിട്ടാണ് ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് പോവാൻ യോഗ്യമായിട്ടുള്ളത് ഹിന്ദുക്കളുടെ സ്വർഗാണെന്ന് അർത്ഥം. മറ്റു സ്വർഗത്തിന് വേണ്ടിയിട്ടൊന്നും പണിയെടുക്കണ്ട. പക്ഷെ ഹൈന്ദവ ശാസ്ത്രങ്ങൾ സ്വർഗമാണ് ഏറ്റവും വലിയതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്വർഗം എന്നുള്ള ഒരു ഇടത്താവളം ഇല്ലാന്ന് പറയുന്നില്ല, ഉണ്ടാവാം. ഇവിടെ ശരിക്കും സുഖ സാഹചര്യം, സുഖത്തിനായിട്ടുള്ള സാഹചര്യം എവിടെ കൂടുതലുണ്ടോ അത്തരം സാഹചര്യത്തെ നമുക്ക് സ്വർഗമായിട്ട് മനസ്സിലാക്കാം. സുഖാനുഭവിക്കാനുള്ള സാഹചര്യം കൂടുതലുള്ള സ്ഥിതിവിശേഷത്തെ സ്വർഗമായിട്ട് മനസ്സിലാക്കാം. ഇനി അതല്ല, അങ്ങനെ ഒരു ലോകം തന്നെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അതൊരു ഇടത്താവളം മാത്രമാണ്. അതൊരിക്കലും പരമമായിട്ടുള്ളതല്ല. അത് കർമ്മത്തിന്റെ പുണ്യത്തിലൂടെ, കർമ്മം ചെയ്ത് നമ്മൾ ആർജിച്ച പുണ്യത്തിലൂടെ നേടാൻ പറ്റുന്ന ഒരു ഇടത്താവളം മാത്രമാണ്. പുണ്യം തീർന്നാൽ നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയാലുള്ളത് പോലത്തെ സ്ഥിതിയാണ്. എത്ര കാലം വരെ നമുക്ക് അവിടെ സുഖമായിട്ട് കഴിയാം? എത്രത്തോളം പോക്കറ്റില് അല്ലെങ്കിൽ അക്കൗണ്ടിൽ എത്ര കാശുണ്ടോ അത്രത്തോളം സുഖമായിട്ട് കഴിയാം. തീർന്നാലോ
തിരിച്ചു വരേണ്ടി വരും. ചിലപ്പോ അക്കൗണ്ടിൽ എത്ര ഉണ്ട് എന്ന് അറിയാതെ നമ്മൾ കൂടുതൽ അവിടെ അനുഭവിച്ചു പോയാലുള്ള സ്ഥിതി എന്തായിരിക്കും? അടുക്കളയിൽ പോകേണ്ടി വരും അല്ലെ? എന്താ അവിടുത്തെ പണിയെന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖത്തിനും നമുക്ക് കിട്ടുന്ന ഓരോ ചിരിക്കും നമ്മൾ പൈസ കൊടുക്കണം അല്ലെ? അതുപോലെ തന്നെ ആ സ്വർഗത്തിൽ പോയാലുള്ള കാര്യം. അവിടുത്തെ ഓരോ സുഖത്തിനും നമ്മളെ എണ്ണി 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 കണക്ക് തീർക്കുന്ന വേണം. നമ്മുടെ പുണ്യത്തിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കും നമ്മൾ സ്വർഗത്തിലുള്ള ഓരോ അനുഭവങ്ങളും അനുഭവിക്കുന്നതും. അങ്ങനെ പുണ്യമൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും ഒരു നിമിഷം പോലും ഇരിക്കാനുള്ള അവകാശമില്ല. അവിടുന്ന് നമ്മള് താഴത്തേക്ക് തന്നെ വരേണ്ടി വരും. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവുമല്ലോ. വേഗം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണയെ പുണ്യയെ മർത്യലോകം വിശന്തി പറയും. മർത്യലോകത്തിൽ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ ശരി, സ്വർഗലോകം നമ്മൾ അതിന്റെ വളരെ പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്തിട്ടുള്ള വിവരണം കേൾക്കുന്ന സമയത്ത് അത് നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് തോന്നിയെന്ന് വരാം. പക്ഷേ ആ പ്രിയവും ആ ലോകത്തോടുള്ള പ്രിയം കൊണ്ടല്ല. പിന്നെയോ ആ ലോകത്തിലുള്ള അനുഭവങ്ങൾ തന്നെ സന്തോഷിപ്പിക്കും എന്നുള്ള നിലയ്ക്കാണ് ആ ലോകം പ്രിയപ്പെട്ടതായിരിക്കുന്നത്. അപ്പൊ ലോകാനാം കാമായ ലോകാഹ ന പ്രിയാഹ ഭവന്തി. ലോകങ്ങളുടെ കാമത്തിന് വേണ്ടി അല്ല ലോകങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത്. പിന്നെയോ ആത്മനസ്തു കാമായ തന്റെ കാമത്തിന് വേണ്ടിയാണ് ലോകങ്ങൾ പ്രിയപ്പെട്ടതായിരിക്കുന്നത്. ഇനി ഇവിടെ ലോകം എന്നുള്ളതിന് ലോക്യതേ ബുദ്ധ്യതേ ഇത് ലോക എന്നും അർത്ഥമല്ല. ലോക്യത നമ്മളാൽ അനുഭവിക്കപ്പെടുന്നത്, അനുഭവങ്ങൾ എന്നർത്ഥം. അനുഭവങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. എങ്ങനെയുള്ള അനുഭവങ്ങൾ? നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാണ് ആണല്ലോ. അത് ആ അനുഭവങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണോ? ആണോ? ലോകങ്ങളോടുള്ള, ലോകം രണ്ടാമത് പറഞ്ഞ അർത്ഥത്തിൽ ലോകം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ. ഏതനുഭവം ആയിക്കോട്ടെ, സുഖാനുഭവം ദുഃഖാനുഭവം ഒക്കെ ലോകം തന്നെയാണ്. ദുഃഖാനുഭവങ്ങളോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല, സുഖാനുഭവങ്ങളോട് ഇഷ്ടം ഉണ്ടാവാറുള്ളൂ അല്ലെ? അതാ സുഖാനുഭവങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണോ? ആണോ? ഒരിക്കലും അല്ല. പിന്നെയോ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. തൻ്റെ ഉള്ളിലുള്ള ഒരു പ്ലീസ്ഡ് ആയിട്ടുള്ള ആളെ, ആ ഒരു സന്തുഷ്ടനായിട്ടുള്ള ആളെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരും ഈ അനുഭവം എന്ന് വരുമ്പോ ഈ അനുഭവത്തെ ഞാൻ ഇഷ്ടപ്പെടും അല്ലെ? എൻ്റെ ഉള്ളിലുള്ള ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു ഭാവത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഏതെങ്കിലും ഒരു അനുഭവം എന്ന് വന്നാൽ ഞാൻ ആ അനുഭവത്തെ ഇഷ്ടപ്പെടും. എനിക്ക് തന്നെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നു എന്ന് വരുമ്പോൾ അയാളെ ഞാൻ ഇഷ്ടപ്പെടും അല്ലെ? ഈ ഇഷ്ടങ്ങളെല്ലാം തന്നെ അവനവനോടുള്ള ഇഷ്ടത്തിന്റെ തെളിവ് മാത്രമാണ്. തനിക്ക് തന്നോടുള്ള, ഏത് തന്നോടുള്ള ഇഷ്ടം? സന്തുഷ്ടനായിട്ടുള്ള തന്നോടുള്ള ഇഷ്ടമാണ് ഈ മറ്റുള്ള ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണപ്പെടുന്നത്. വാസ്തവത്തിൽ നീ ഇങ്ങനെ മറ്റുള്ളതിനൊന്നും അന്വേഷിച്ച് അതിനൊന്നും നേടാനായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ സ്വരൂപം തന്നെ ഈ സന്തുഷ്ടനായിട്ടുള്ള ഭാവമാണ് നിന്റെ ശരിക്കുള്ള സ്വരൂപം. അതുകൊണ്ട് എന്തറിഞ്ഞാൽ മതി? ഈ സന്തുഷ്ടനായിട്ടുള്ള തന്നെ ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും നേടിയതായിട്ട് തീരും. അതുകൊണ്ട് ആത്മാവിനെ അറിയാനായിട്ട് പരിശ്രമിക്കൂ എന്ന് ഉപദേശിക്കുകയാണ്. അപ്പോൾ എത്തി ലോകാനാം കാമായ. പിന്നെ ലോകങ്ങളുടെ കാമത്തിനായിക്കൊണ്ടല്ല ലോകങ്ങൾ പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത്, മറിച്ച് തന്നോടുള്ള കാമം കൊണ്ടാണ് ലോകങ്ങൾ തനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത്. പിന്നെ ദേവാനാം കാമായ ദേവാഹ ന പ്രിയാഹ ഭവന്തി. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. നവാ അരേ ദേവാനാം കാമായ ദേവാഃ പ്രിയാ ഭവന്തി. ആത്മനസ്തു കാമായ ദേവാഃ
പ്രിയാ ഭവന്തി. ദേവന്മാര് പ്രിയപ്പെട്ടവരായിരിക്കും. അതും ദേവന്മാരോടുള്ള കാമം കൊണ്ടല്ല, മറിച്ച് ദേവന്മാർ തനിക്ക് പ്രിയത്തെ നൽകുമ്പോൾ മാത്രമാണ് അവർ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത്. അതുകൊണ്ട് തന്നെ ദേവന്മാരോടുള്ള ആ പ്രേമവും തന്നോടുള്ള പ്രേമത്തിന്റെ പ്രതിഫലനം മാത്രമാണ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതില് സംശയം ഉണ്ടായിട്ടെങ്കിലും അതെ, ദേവാനാം കാമായ ദേവാഹ പ്രിയാ ഭവന്തി. അർത്ഥം മനസ്സിലായല്ലോ. ദേവന്മാരുടെ കാമത്തിന് വേണ്ടിയല്ല ദേവന്മാർ പ്രിയപ്പെട്ടവരായിരിക്കുന്നത്, മറിച്ച് ആത്മനസ്തു കാമായ തന്നോടുള്ള കാമത്തിന് വേണ്ടിയാണ് ദേവന്മാർ പ്രിയപ്പെട്ടവരായിരിക്കുന്നത്. ദേവന്മാർക്ക് വേണ്ടി ആരെങ്കിലും ദേവന്മാരെ കാമിക്കാറുണ്ടോ? ദേവന്മാരെ ഉദ്ദേശിച്ച് നമ്മൾ ഹോമങ്ങള്, യജ്ഞങ്ങള്, പൂജകള്, പ്രാർത്ഥനകള് ഒക്കെ നടത്തുന്നു. ഇതെല്ലാം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ദേവന്റെ അനുഗ്രഹം എനിക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണല്ലോ. ഈ ദേവന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് നേടാൻ സാധിക്കും, അല്ലെ? അല്ലെങ്കിൽ ഈ ദേവന്റെ അനുഗ്രഹം ഉണ്ടാവുന്നത് കൊണ്ട് എനിക്ക് ജീവിതത്തിൽ മേലോട്ട് സുഖം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ദേവന്മാരെ നമ്മൾ പ്രിയപ്പെട്ടവരായിട്ട് ഭജിക്കുന്നത്. ഇവിടെ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, വ്യത്യസ്ത ദേവതകളെ വ്യത്യസ്ത ഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ദേവന്മാരോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നർത്ഥം മാത്രമേ ഇവിടെ എടുക്കേണ്ടതുള്ളൂ. ദേവന്മാർ എന്ന് ബഹുവചനം പ്രയോഗിച്ചതിൽ നിന്ന് തന്നെ ഇവിടെ ഈശ്വരനെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ് ആണല്ലോ. ദേവൻ എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ ദേവൻ എന്നുള്ളതിന് അർത്ഥം പറയാം. ഒന്ന് ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം പറയാം, ഒന്ന് ആദിദൈവികമായിട്ടുള്ള അർത്ഥം. ആധ്യാത്മികമായിട്ട് ദേവൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങൾ ദ്യോതിപ്പിക്കുന്നവൻ എന്നാണ് ദേവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. പ്രകാശിപ്പിക്കുന്നവൻ. വിഷയങ്ങളൊക്കെ നമുക്ക് പ്രകാശിപ്പിക്കുന്നവര് ആരാണ്? രൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നവൻ കണ്ണ്, ശബ്ദത്തെ പ്രകാശിപ്പിക്കുന്നത് ചെവി. അപ്പോ കണ്ണും ചെവിയും മൂക്കും എല്ലാം ദേവന്മാരാണ്. എങ്ങനെയാ അവരൊക്കെ ദേവന്മാരായിരിക്കുന്നത്? അവരോരോരോ വിഷയങ്ങളെ നമുക്ക് പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതിലൂടെ അവര് ദേവന്മാരായിരിക്കും. ആ ദേവന്മാർ, കണ്ണ് നമുക്ക് പ്രിയപ്പെട്ടതാണ്, ചെവി നമുക്ക് പ്രിയപ്പെട്ടതാണ്, എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ ആ പ്രിയം ഒന്നും തന്നെ ഈ ഇന്ദ്രിയങ്ങളോടുള്ള പ്രിയം കൊണ്ടല്ല, മറിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ ഈ ഞാനിനെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവയൊക്കെ പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത്. ഒന്നുകിൽ ദേവൻ എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ അർത്ഥം പറയാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആദി ദൈവികമായിട്ട് ദേവൻ എന്നുള്ളതിന് അർത്ഥം പറയാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ദേവഭാവങ്ങൾ, ഈശ്വരന്റെ തന്നെ വ്യത്യസ്ത ഉപാധിയിലൂടെ പ്രകാശിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങൾ. ഗണപതി നമുക്ക് പ്രിയപ്പെട്ടവനാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവനായിരിക്കുന്നത്? ഗണപതിയെ ഭജിച്ചാൽ, ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടായാൽ നമുക്ക് വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കും. തടസ്സം കൂടാതെ പൂർത്തീകരിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു വിഘ്നേശ്വരൻ. അതുകൊണ്ട് വിഘ്നേശ്വരൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ്. ഈ വിഘ്നേശ്വരനോ മറ്റോ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വിഘാതമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചാൽ വിഘ്നേശ്വരൻ പ്രിയപ്പെട്ടവനല്ലാതെ ആയി തീരും, അല്ലെ? വിഷ്ണു നമുക്ക് പ്രിയപ്പെട്ടവനാണ്. എപ്പോ നമുക്ക് അനുകൂലമായിട്ടുള്ള അനുഗ്രഹത്തെ നൽകുന്നു എന്ന് കണ്ടാൽ വിഷ്ണു പ്രിയപ്പെട്ടവനാണ്. ശിവൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ്. എപ്പോഴാണ് ശിവൻ പ്രിയപ്പെട്ടവനായിരിക്കുന്നത്? ശിവൻ നമുക്ക് ശിവത്തെ നൽകുമ്പോൾ, മംഗളവാഹനെ നൽകുമ്പോൾ ശിവൻ പ്രിയപ്പെട്ടവനാണ്. വ്യത്യസ്ത ദേവത എന്നുള്ള ഭാവത്തിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ ശിവൻ വിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈശ്വരൻ എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ അവിടെ വേറൊരു തലത്തിൽ ചിന്തിക്കണം. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആവാം. ഇപ്പൊ ഇവിടെ ദേവന്മാര് വ്യത്യസ്ത പ്രതിഭാസങ്ങൾക്ക് അതിദേവതയായിട്ട് നിലകൊള്ളുന്ന ഭാവങ്ങള് ദേവന്മാര് നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എങ്ങനെയാണ് ദേവന്മാര് പ്രിയപ്പെട്ടവരായി
പ്രിയപ്പെട്ടവനായിരിക്കുന്നത്? ഇന്ദ്രൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ്, വരുണൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ്, അഗ്നി നമുക്ക് പ്രിയപ്പെട്ടവനാണ്. ഇവരൊക്കെ ദേവന്മാരാണ്, വൈദികങ്ങളായിട്ടുള്ള ദേവതകളാണ് ഇവരെല്ലാം. ഇവരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ഇവരൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ യജ്ഞം ചെയ്യാറുണ്ട്. പക്ഷേ ആ യജ്ഞം ചെയ്യുന്നതെല്ലാം തന്നെ ആ ദേവന്മാരോടുള്ള പ്രേമം, ഇഷ്ടം ഒന്നും തന്നെ ദേവന്മാര് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, പിന്നെയോ തന്റെ സന്തോഷത്തിന് അവ ഉതകുന്നു എന്നുള്ളത് കൊണ്ടാണ്. തനിക്ക് സന്തോഷത്തെ കൊണ്ടുവരണു അവരുടെ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് അവര് പ്രിയപ്പെട്ടതായിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ദേവൻ തനിക്ക് പ്രതികൂലമായി തീരുമോ എന്ന് കണ്ടാൽ ദേവനോട് പ്രിയല്ല ഉണ്ടാവുക, ഭയാണ് ഉണ്ടാവുക. ആണോ അല്ലയോ? ദേവൻ ഈശ്വര ഞാൻ ചെയ്തത് എന്തെങ്കിലും കുഴപ്പത്തിലായി പോയോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഭക്തിയൊന്നല്ല ഉണ്ടാവുക, ഭയാണ് ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ ദേവൻ പ്രിയപ്പെട്ടവനായി തീരുന്നത് ദേവനോടുള്ള പ്രിയം കൊണ്ടല്ല, മറിച്ച് തന്നോടുള്ള പ്രിയം കൊണ്ടാണ്. അതുപോലെ മറ്റു ഭൂതങ്ങൾ, കാട്ടിലെ മൃഗങ്ങളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷെ എവിടെയാവുമ്പോ നമ്മളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ മൃഗങ്ങളൊക്കെ നമുക്ക്, ഭൂതങ്ങളിനെ പറയുന്നുള്ളൂ ഇവിടെ. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ഭൂതവും ആവാം. ഭൂതങ്ങളൊക്കെ, ജീവികൾ, മറ്റ് ജീവികളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. വായിക്കാം അല്ലെ? നവ അരേ ഭൂതാനാം കാമായ ഭൂതാനി പ്രിയാ ഭവന്തി. ആത്മനസ്തു കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി. ഓ ശരി, നേരത്തെ വായിച്ചത് തെറ്റാണല്ലേ. നവ അരേ ഭൂതാനാം കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി. ആത്മനസ്തു കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി. ഭൂതങ്ങൾ, മറ്റു ജീവികളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എപ്പോ അവ നമുക്ക് സന്തോഷത്തെ ഉണ്ടാക്കുമ്പോ അവരൊക്കെ പ്രിയപ്പെട്ടവരാണ്. കാട്ടിലെ മൃഗങ്ങൾ പോലും, ഹിംസ്ര മൃഗങ്ങൾ പോലും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എപ്പോ നമ്മള് സുരക്ഷിതമായ കമ്പിവേലിക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവ സുരക്ഷിതമായ കമ്പിവേലിക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ, രണ്ടായാലും മതി. ചില സ്ഥലങ്ങളിലൊക്കെ മൃഗങ്ങളെ കാണാൻ, മൃഗങ്ങളെ തുറന്നു വിട്ടിരിക്കും, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു കമ്പിക്കൂട് ഉണ്ടാക്കിയിരിക്കും. അതിനുള്ളിലിരുന്ന് നമുക്ക് മൃഗങ്ങളെ, അവരുടെ വിഹാരമൊക്കെ ഇങ്ങനെ നോക്കിക്കാണാം. അങ്ങനെ ആകുമ്പോൾ വളരെ സുഖമാണ്. ഹായ്, കടുവയെ കാണാനും സിംഹത്തിനെ കാണാനും ഒക്കെ വളരെ കൗതുകമാണ് നമുക്ക്. പക്ഷേ നമ്മുടെ കമ്പിവേലി പൊളിയോ അല്ലെങ്കിൽ അവരുടെ കമ്പിവേലി പൊളിയോ ചെയ്താലോ പിന്നെ അവിടെ പ്രിയം എന്നാണ് ഉണ്ടാവുന്നത്. നമ്മള് ഏത് വഴിക്കാന്നില്ലാതെ രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അപ്പൊ അവ പോലും നമുക്ക് പ്രിയപ്പെട്ടതായി തീരുന്നു എപ്പോ അവ നമ്മളുടെ പ്രിയത്തിന്, നമ്മളുടെ സന്തോഷത്തെ ഉണർത്താൻ ഉപകരിക്കുന്നു വരുമ്പോ അവ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് തീരും. അല്ലാത്തപ്പോ നമുക്ക് അവയോടുള്ള പ്രിയം ഇല്ലാതെയാവുകയും ചെയ്യും. ഈ ലോകത്തിലുള്ള ഏത് ജീവിയായാലും ശരി, ഏത് ഭൂതമായാലും ശരി, അത് നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത് എപ്പോഴാണ്? അത് ഏതെങ്കിലും പ്രകാരത്തിൽ നമ്മളിലുള്ള സന്തോഷത്തെ ഉണർത്താൻ ഉപകരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കത് പ്രിയപ്പെട്ടതായിട്ട് തീരും. അതിന് ഉപകരിക്കണില്ലെങ്കിൽ, വിപരീതമാണ് ഉണ്ടാവണതെങ്കിൽ, ഒരു ഭൂതത്തോട് നമുക്ക് ഒരു പ്രിയവും ഉണ്ടാവില്ല. നമ്മളുടെ എല്ലാ സ്നേഹവും എല്ലാ പ്രേമവും ഇത്രത്തോളേ ഉള്ളൂ. എത്രത്തോളം അത് എൻ്റെ സന്തോഷത്തെ ഉണർത്താൻ ഉപകരിക്കുമോ അത്രത്തോളം എനിക്ക് എല്ലാറ്റിനോടും പ്രേമുണ്ട്. നേരെ മറിച്ചാവുന്ന അന്നിമിഷം ഞാൻ അതിനെ വെറുക്കാൻ തുടങ്ങും. എൻ്റെ സന്തോഷത്തെ ഇല്ലാതെയാക്കണോ ഒന്ന് എന്ന് കണ്ടാൽ, ഇന്നലെ വരെ എത്ര പ്രിയപ്പെട്ടതോ ആയിക്കോട്ടെ, ഇന്ന് എൻ്റെ സന്തോഷത്തെ ഇല്ലാതെയാക്കുന്നു അതെന്ന് വന്നാൽ അതിനെ തന്നെ, ഇന്നലെ വരെ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അതിനെ തന്നെ ഞാൻ വെറുക്കും. ഇത് വസ്തുതയാണ് അല്ലേ? ശരിയല്ലേ? എന്താ കാരണം എന്നാണെങ്കിൽ, നമ്മളുടെ എല്ലാ പ്രേമവും, എന്തിനോടുള്ള ഇഷ്ടവും നമുക്ക് നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. നമ്മളിലുള്ള സന്തോഷത്തെ ഉണർത്താൻ
ഒന്ന് സഹായകമാവുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നിനോട് സ്നേഹം തോന്നുന്നത്, ഇഷ്ടം തോന്നുന്നത്. അതില്ലാതെയാവുമ്പോൾ നമുക്ക് നമ്മളോട് സന്തോഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട്, നമ്മളുടെ സന്തോഷത്തെ നമ്മൾ ഇച്ഛിക്കുന്നു, നമ്മൾക്ക് നമ്മളോടാണ് ഏറ്റവും വലിയ സ്നേഹമുള്ളത് എന്നുള്ളത് കൊണ്ട് ആ സ്നേഹത്തെ, ആ സന്തോഷത്തെ പുറത്ത് കൊണ്ടുവരാൻ ഉപകരിക്കാത്ത ഒന്നിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. നമുക്ക് സ്നേഹം തോന്നും എപ്പോ നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷത്തെ ഒന്ന് ഉണർത്തുന്ന സമയത്ത്. ഇതാണ് വളരെ എന്താ പറയാ വലിയൊരു എന്താ പറയാ വളരെ അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നമുക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും രഹസ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ലത്. ചിന്തിച്ചാൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരിക്കല് സ്വാമിജി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ മോൻ ക്ലാസ്സില്, പൊതുവെ ക്ലാസ്സുകളിൽ ഇങ്ങനെ ചിലപ്പോൾ കുട്ടികളൊക്കെ വരുമല്ലോ, ഒരു ചെറിയ മോൻ സ്ഥിരം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ക്ലാസ്സിൽ വരും. അപ്പൊ ആ മോനോട് സ്വാമിജി ഒരു ദിവസം എന്തെങ്കിലും ചോദിച്ചു, മോൻ ആരോടെ ഏറ്റവും ഇഷ്ടം ചോദിച്ചു. അപ്പോ പറഞ്ഞു, അച്ഛൻ എന്നെ എടുത്തുള്ളപ്പോൾ ഞാൻ പറയാം അച്ഛനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അമ്മ എടുത്തുള്ളപ്പോൾ ഞാൻ പറയാം എനിക്ക് അമ്മയോടാണ് ഏറ്റവും ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും അല്ല, എനിക്ക് എന്നോട് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നിഷ്കളങ്കമായിട്ടുള്ള ആ കുട്ടിയുടെ മനസ്സിൽ പോലും ഉണ്ടാകാവുന്ന ഒരു അറിവ് മാത്രമാണ് ഇത്. പക്ഷേ ഈ ഒരു അറിവ് നമ്മളുടെ ഉള്ളില് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് മറ്റുള്ളതൊക്കെയാണ് സന്തോഷത്തെ നൽകുന്നത്, അതുകൊണ്ട് നമുക്ക് മറ്റുള്ളതൊക്കെ പ്രിയപ്പെട്ടതായിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു മായികമായിട്ടുള്ള ചിന്തയോട് കൂടിയിട്ട് ഈ ലോകത്തങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ. പക്ഷെ വാസ്തവം എന്താണെന്നാണെങ്കിൽ എല്ലാ പ്രേമത്തിൻ്റെയും എല്ലാ സ്നേഹത്തിൻ്റെയും എല്ലാ ഇഷ്ടത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് അവനവനോടുള്ള ഇഷ്ടം. ഇപ്പൊ ഇവിടെ വേറൊരു വിഷയം ചിന്തിക്കാനുണ്ട്. എന്താണെന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ സന്തുഷ്ടമായിട്ടുള്ള ഭാവത്തെ ഉണർത്തുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായേ തീരും. കാരണം നമുക്ക് എപ്പോഴാണെന്നറിയോ വളരാൻ സാധിക്കുക, നമുക്ക് കൂടുതൽ വളരാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ, ആന്തരികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ, അതിന് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഈ ഒരു സന്തുഷ്ടമായിട്ടുള്ള ഭാവം കൂടുതൽ പ്രകാശിക്കുന്നതായിട്ട് തീരണം. ഈ ഭാവം കൂടുതൽ ഇടുങ്ങിയതായിട്ടാണ്, മറയ്ക്കപ്പെട്ടിട്ടാണ് തീരേണ്ടത്. ഏതൊരാൾക്കായാലും, ഏത് ദുഃഖിക്കുന്ന ആൾക്കായാലും ശരി, ഏത് ക്ലേശമുള്ള ആൾക്കായാലും ശരി, അയാളുടെ ഉള്ളിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ, യാതൊന്നിനെയും അപേക്ഷിക്കാതെ സന്തുഷ്ടമായി തീരാനുള്ള ഒരു ഭാവം അയാളുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഫലിതം കേട്ടിട്ടുണ്ടെങ്കിൽ എത്ര ദുഃഖമുള്ള ഒരാളായാലും ശരി അയാൾക്ക് പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നത്. കഴിയല്ലോ, എത്ര ദുഃഖിച്ചിരിക്കുന്ന ആളായാലും ശരി ഒരു ഫലിതം കേട്ടാൽ അയാൾക്ക് എല്ലാം മറന്ന് ചിരിക്കാൻ സാധിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? അയാൾക്കും ഈ ഒരു സന്തുഷ്ടനായിട്ടുള്ള ഒരു ഭാവത്തെ അയാളുടെ ഉള്ളിലുണ്ട്, അതിനെ അയാൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതിനർത്ഥം, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള സന്തുഷ്ടമായിട്ടുള്ള ഭാവം പുറത്തു വരാനുള്ള നിമിത്തങ്ങൾ നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആന്തരികമായിട്ട് വളരാൻ സാധിക്കുള്ളൂ. നമുക്കൊരാളോട് സ്നേഹം തോന്നണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റൊരാൾ കഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളോട് അനുകമ്പ തോന്നണമെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ തന്നെ ഇങ്ങനെ സ്വയം ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരാളോട് അനുകമ്പയൊന്നും തോന്നില്ല. അത് വെറുതെ പറയുകയാണ്. ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് അനുകമ്പ വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴേ വരുള്ളൂ, നമ്മുടെ ഉള്ളില് ഈ ഒരു തൃപ്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ മാത്രം. തൃപ്തി പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള തലത്തിലുള്ള തൃപ്തി അല്ല ഉദ്ദേശിക്കുന്നത്, ആപേക്ഷികമായിട്ടുള്ള തലത്തിൽ നമുക്കൊരു തൃപ്തി അനുഭവപ്പെടാനുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ ആ തൃപ്തികൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കാണുമ്പോൾ നമുക്ക് കുശുമ്പാണ് തോന്നുന്നത്, അല്ലാണ്ട് ഒരിക്കലും അയാളോട് അനുകമ്പ തോന്നില്ല. ഒരാൾ ക്ലേശിക്കുന്നുണ്ടെങ്കിൽ നന്നായി എന്ന് വിചാരിക്കാനാണ് തോന്നുന്നത്, അല്ലാതെ അയ്യോ ഇയാൾക്ക് എന്നാൽ കഴിയുന്നത് ചെയ്യണമല്ലോ എന്ന് നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടാൽ മാത്രമേ
സാധിക്കുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിത്വം സ്വതന്ത്രമായിട്ട് നിലകൊള്ളുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ സാധിക്കുള്ളൂ. ഈ ലോകത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സ്വാതന്ത്ര്യമുള്ള സന്തുഷ്ടമായിട്ടുള്ള വ്യക്തിഭാവം പുറത്തു വരണം. ആ പുറത്തു വരാൻ നിമിത്തമായിട്ടുള്ള വ്യക്തികളും വസ്തുക്കളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്, അല്ലാന്നല്ല പറയുന്നത്. പക്ഷേ എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്, നമുക്ക് മറ്റുള്ളതിനോടെല്ലാം ഉള്ള പ്രേമത്തിന് ആധാരമായിട്ടുള്ളത് നമുക്ക് നമ്മളോടുള്ള സ്നേഹം തന്നെയാണ്. നമുക്ക് നമ്മളോടുള്ള സ്നേഹമാണ്, നമ്മുടെ സന്തുഷ്ടമായിട്ടുള്ള ഭാവത്തോടുള്ള ആത്മഭാവത്തോടുള്ള ആ ഒരു സ്നേഹമാണ് നമുക്ക് മറ്റുള്ളവയിൽ സ്നേഹത്തെ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവ നമ്മളുടെ ഉള്ളിൽ ഈ ഒരു സന്തുഷ്ടമായിട്ടുള്ള ഭാവത്തെ ഉണർത്താൻ ഉപകരിക്കുമ്പോൾ അവ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് തീരുന്നു. എപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു സന്തുഷ്ടമായിട്ടുള്ള ഭാവം ഉണർത്താൻ മറ്റുള്ളവ പര്യാപ്തമാകുമ്പോൾ അവ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് തീരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഈ സന്തുഷ്ടമായിട്ടുള്ള എന്നോടാണ്, സന്തുഷ്ടനായിട്ടുള്ള എന്നോടാണ് എനിക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ ഈ സന്തുഷ്ടനായിട്ടുള്ള എന്നെ അറിയാന്നുള്ളതാണ് വേണ്ടത്. സന്തുഷ്ടനായിട്ടുള്ള ഞാൻ എന്നതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. പൂർണ്ണനായിട്ടുള്ള ആനന്ദ സ്വരൂപനായിട്ടുള്ള താൻ എന്നുള്ളതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതുകൊണ്ട് ആ സ്വരൂപത്തെ അറിയാന്നുള്ളതാണ് അമൃതത്വത്തിന് ഹേതുവായിട്ടുള്ളത്. എല്ലാ വിധത്തിലുമുള്ള പരിമിതികളിൽ നിന്നും സ്വതന്ത്രനാവാൻ, പൂർണ്ണനാവാനുള്ള ഉപായം എന്തുമാത്രമാണ്? ഈ ഒരു അമൃതസ്വരൂപമായിട്ടുള്ള തന്നെ, ആനന്ദസ്വരൂപിയായിട്ടുള്ള പ്രേമസ്വരൂപിയായിട്ടുള്ള തന്നെ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് പറയാണ് ആത്മാവാ അരേ ദ്രഷ്ടവ്യ. അതിനിടയ്ക്ക് നമ്മളൊന്നും വിട്ടു കൂടി വായിച്ചിട്ട് പോകാം. അതിന്റെ മുഖത്തിൽ അതും പറഞ്ഞിട്ടുണ്ട്. നവാ അരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. കുറെയൊക്കെ എണ്ണി പറഞ്ഞു. ഇപ്പൊ മൈത്രേയിയെ സംബന്ധിച്ചപ്പോ ഇതൊക്കെയാണ് ആദ്യം പറയേണ്ടത്. ഏത്? ഒന്ന് ഭാര്യ, പിന്നെ ഒന്ന് ഭർത്താവ് ആദ്യം തന്നെ. പിന്നെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ മൈത്രേയിയെ കുറ്റം പറയാനെന്ന് മറ്റും തോന്നിയാലോ? മൈത്രേയി ഭർത്താവിന്റെ കാമത്തിന് വേണ്ടിയിട്ടല്ല ആരും തന്നെ ഭർത്താവിനെ സ്നേഹിക്കുന്നത്, തന്റെ കാമത്തിന് വേണ്ടിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോ ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് അവസാനം കുറ്റം പറഞ്ഞിട്ട് പോകുന്നു മൈത്രേയിക്ക് തോന്നുന്ന. അതുകൊണ്ട് തിരിച്ചും പറഞ്ഞു, ഭാര്യ പ്രിയപ്പെട്ടവളായിട്ട് തീരുന്നത് ഭാര്യയോടുള്ള പ്രിയം കൊണ്ടൊന്നുമല്ല, തന്നോടുള്ള പ്രിയം കൊണ്ടാണ്. പിന്നെ മക്കള്, പിന്നെ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ആരാണ്? മക്കളാണ്. മക്കൾ പ്രിയപ്പെട്ടവരായിട്ട് തീരുന്നതും തനിക്ക് തന്നോടുള്ള പ്രേമം കൊണ്ടാണ്. പിന്നെ വിത്തം പ്രിയപ്പെട്ടതായിരിക്കുന്നതും തനിക്ക് തന്നോടുള്ള പ്രിയം കൊണ്ടാണ്. പിന്നെ അവിടെ അങ്ങോട്ട് ചിലതിനൊക്കെ അങ്ങനെ എണ്ണി പറഞ്ഞു. ബ്രാഹ്മണൻ, പിന്നെ ക്ഷത്രിയൻ, പിന്നെ ഭൂതങ്ങള്, ലോകങ്ങള്, അങ്ങനെ ദേവന്മാര്, ഇങ്ങനെ കുറച്ചൊക്കെ എണ്ണി പറഞ്ഞപ്പോ പിന്നെ യാജ്ഞവൽക്യന് തോന്നി ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് ചുരുക്കി അങ്ങോട്ട് പറയാം, സർവസ്യ കാമായ, ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ പ്രിയപ്പെട്ടതായിരിക്കുന്നുവോ അതൊന്നും തന്നെ അവരുടെ കാമത്തിന് വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടതായിരിക്കുന്നത്. പിന്നെയോ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മനസ്തു കാമായ തന്നോടുള്ള കാമത്തിന് വേണ്ടിയിട്ടാണ് അവയെല്ലാം തന്നെ പ്രിയപ്പെട്ടതായിരിക്കുന്നത്. ഈ മന്ത്രം മറക്കുവോ? മറക്കാൻ പറ്റില്ലേ? ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അതുകൊണ്ട് ആത്മാവിനോടുള്ള കാമമാണ്, ആത്മാവിനോടുള്ള പ്രിയമാണ് മറ്റെല്ലാത്തിനോടുള്ള പ്രിയത്തിന് ഹേതു എന്നുള്ളത് കൊണ്ട് പറയാണ് ആത്മാവാരേ ദ്രഷ്ടവ്യക. അല്ലയോ അരേ എന്ന് പറഞ്ഞാൽ മൈത്രേയി പ്രിയപ്പെട്ടവളെ സംബോധന ചെയ്യാണ്. എന്താണെന്ന് പറയുന്നത്? ആത്മാ
വൈ നിശ്ചയായിട്ടും ആത്മാവ് ദ്രഷ്ടവ്യത കാണപ്പെടേണ്ടതാകുന്നു. ഇത്രയും പറഞ്ഞ് മൈത്രേയിക്ക് ശരിയായ വിവേകം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആത്മാ ദ്രഷ്ടവ്യ എന്ന് പറയുന്നത്. എന്താണ് വിവേകം? മൈത്രേയിയിലെ യാജ്ഞവൽക്യൻ ഉണ്ടാക്കിയ വിവേകം എന്താണ്? ആത്മാവാണ് പ്രിയതമായിട്ടുള്ളത്. ഓരോരുത്തർക്കും താൻ തന്നെയാണ് പ്രിയപ്പെട്ടതായിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട തന്നെയാണ് അറിയേണ്ടത്. ആ തന്നെ അറിഞ്ഞാൽ എല്ലാം നേടിയതിന് തുല്യായി. അതാണ് പറയുന്നത് ആത്മാവാണേ ദ്രഷ്ടവ്യത. ആത്മാവ് നിശ്ചയമായും ദർശിക്കപ്പെടേണ്ടതാകുന്നു, കാണപ്പെടേണ്ടതാകുന്നു. അങ്ങോട്ട് പോയിട്ട് കാണണം എന്നാ പറയുന്നത്. ഇങ്ങോട്ട് ഒരു ദിവസം ഇങ്ങനെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നമ്മളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ആത്മാവാ എന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആത്മാവ് ഒരിക്കലും നമ്മുടെ മുന്നിൽ നിന്ന് തരാൻ പോണില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ആത്മാവാരെ ദ്രഷ്ടവ്യ, ആത്മാവ് ദർശിക്കപ്പെടേണ്ടതാകുന്നു. ആത്മാവിനെ അറിയണമെന്ന് നമ്മൾ നിശ്ചയിക്കണം. ആദ്യം ആത്മാവ് അറിയപ്പെടേണ്ടതാണ്. ആത്മാവിനെ അറിയാന്നുള്ളതാണ് എനിക്ക് വേണ്ടതെന്ന് നിശ്ചയിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതാണ്. ഇവിടെ ദർശിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണേണ്ടതാണെന്നുള്ള അർത്ഥമില്ല. കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ആത്മാവിനെ? ഇല്ല. കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും അല്ലെ, നാവുകൊണ്ട് രുചിക്കുന്നതും എല്ലാം ആത്മാവ് തന്നെയാണ്. രുചിക്കുന്നവനും ആത്മാവാണ്, അനുഭവിക്കാനുള്ള പ്രക്രിയ ആത്മാവ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആത്മാവിനെ, സർവവും ആത്മാവാണെന്നിരിക്കെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുന്നത് പോലെ നമുക്ക് ആത്മാവിനെ കാണാൻ സാധ്യമല്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ആത്മാവാണ് സർവവും എന്ന് അറിയാം. ആ അറിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആത്മാവാനെ ദ്രഷ്ടവ്യത എന്ന് പറയാം. ആത്മാവ് ദർശിക്കപ്പെടേണ്ടതാകുന്നു. ഇവിടെ ദർശിക്കപ്പെടേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ അറിയപ്പെടേണ്ടതാകുന്നു. ആത്മാവിനെ അറിയേണ്ടതാകുന്നു. ആത്മാവാനെ ദ്രഷ്ടവ്യത, ദർശിക്കപ്പെടേണ്ടതാകുന്നു. ശരി, എന്നാൽ ഞാൻ ഇനി ആത്മാവിനെ ദർശിക്കാൻ ഒരുങ്ങി നടക്കുക എന്ന് വിചാരിച്ചിട്ട് ആത്മാവിനെ ദർശിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി കാണാൻ പറ്റുമോ ആത്മാവിനെ? പറ്റുമോ? എന്തെങ്കിലും ചെയ്ത് കാണാൻ പറ്റുമോ ആത്മാവിനെ? ഇല്ല. പിന്നെ ഇപ്പൊ എങ്ങനെയാ ആത്മാവിനെ കാണുക? ആത്മാവല്ലാത്തതായിട്ട് ഒന്നുമില്ല. ആത്മാവാണ് സർവം. അങ്ങനെയുള്ള ആത്മാവിനെ എങ്ങനെ കാണാൻ സാധിക്കും? എങ്ങനെ അറിയാൻ സാധിക്കും? അതിനുള്ള ഉപായമാണ് പറയുന്നത്. എന്താണ്? ശ്രോതവ്യത. ആദ്യം തന്നെ ശ്രവണം ചെയ്യേണ്ടതാകുന്നു. പിന്നെയോ മന്തവ്യത, മനനം ചെയ്യേണ്ടതാകുന്നു. നിരിധ്യാസിതവ്യത, നിരിധ്യാസനം ചെയ്യേണ്ടതാകുന്നു. ഇപ്പൊ നമ്മള് കഥയുമൊക്കെ വിട്ടു ഉപനിഷത്തിലേക്ക് കടന്നു പൂർണ്ണമായിട്ടും അല്ലെ. ആത്മാവാനെ ദ്രഷ്ടവ്യത സാക്ഷാത്കരിക്കേണ്ടതാകുന്നു. എങ്ങനെ? അതിനുള്ള മറുപടിയാണ് പിന്നെ പറയുന്നത്. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ആത്മാവ് ശ്രവണം ചെയ്യപ്പെടേണ്ടതാകുന്നു, ആത്മാവ് മനനം ചെയ്യപ്പെടേണ്ടതാകുന്നു, ആത്മാവ് നിധിധ്യാസനം ചെയ്യപ്പെടേണ്ടതാകുന്നു. അല്ലയോ മൈത്രേയി, ആത്മനഃ അലേ ദർശനേന ശ്രവണേന മധ്യാ വിജ്ഞാനേന ഇതം സർവം വിദിതം. ആത്മാവിനെ ശ്രവിക്കുന്നതിലൂടെ, ശ്രവിച്ച് മനനം ചെയ്യുന്നതിലൂടെ, മനനം ചെയ്ത് ധ്യാനിച്ചുറപ്പിക്കുന്നതിലൂടെ, ആത്മാവിന്റെ അറിവിലൂടെ സർവം ഇതം സർവം വിദിതം ഭവതി. ഇതെല്ലാം അറിയപ്പെട്ടതായിട്ട് ഭവിക്കുന്നു. ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിട്ട് ഭവിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ട ഭാഗമാണ്. ഉപനിഷത്താണ് നമ്മൾ പഠിക്കുന്നത് ഓർമ്മിക്കണം. അപ്പോൾ എന്താണ് ശ്രവണം ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞതിന്റെ താല്പര്യം? മനനം ചെയ്യുക എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിധിധ്യാസനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിട്ട് തീരുക? ഇതൊക്കെ ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
അപ്പൊ ഈ ആദ്യ ഘട്ടത്തിലുള്ള ആദ്യ ഭാഗത്തുള്ളത് ഉപനിഷത്തിലേക്കുള്ള ഒരു പ്രവേശികം മാത്രമാണ്. ഏത് നവാരേ പത്യുഃകാമായ പതിപ്രിയോ ഭവതി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ ഭാഗം ഉണ്ടല്ലോ, അത് ആ ഉപനിഷത്തിലേക്ക് ആത്മജ്ഞാനത്തിലേക്ക്, ആത്മജ്ഞാനത്തിലുള്ള ഒരു ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിവേകത്തിലൂടെ നമ്മൾ അങ്ങനെ നയിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെ ആത്മാവാണ് സർവത്തിലും വെച്ച് പ്രിയപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ആത്മാവ് അറിയപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മട്ട് ആത്മാവ് ശ്രവണം ചെയ്യപ്പെടേണ്ടതാകുന്നു. എങ്ങനെയാണ് ആത്മാവിനെ അറിയാൻ സാധിക്കുക? ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതിന് തുല്യമായി. എല്ലാറ്റിനോടുള്ള സ്നേഹത്തിന് ആധാരമായിട്ടുള്ളത് നമുക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ആത്മാവാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട ആത്മാവിനെ അറിഞ്ഞാൽ എത്ര സന്തോഷം ഉണ്ടാവും അല്ലെ? പ്രിയപ്പെട്ടതിനൊക്കെ അറിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ആത്മാവിനെ അറിഞ്ഞാലൊക്കെ എത്ര സന്തോഷം ഉണ്ടാവും. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ആത്മാവിനെ അറിഞ്ഞേ തീരൂ എന്നിട്ട് ഇനിയിപ്പോ എങ്ങനെയാണ് അറിയേണ്ടത്? അതാണ് അടുത്ത ചിന്ത. ആത്മാവാരെ ശ്രോതവ്യ. ആത്മാ ദർശനത്തിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശ്രവണം ചെയ്യാന്നുള്ളതാണ്. എന്ത് ശ്രവിക്കണം, ആര് ശ്രവിക്കണം, എവിടെ നിന്ന് ശ്രവിക്കണം അല്ലെ? ഇതൊക്കെ അവിടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ശങ്കരാചാര്യ സ്വാമികള് പല പ്രകരണ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രകരണ ഗ്രന്ഥങ്ങൾ, ചെറിയ ചെറിയ സ്തോത്രങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ശ്ലോകങ്ങളിൽ വേദാന്ത സാരത്തെ മുഴുവനും ഉള്ളടക്കിക്കൊണ്ടൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. അതില് സോപാന പഞ്ചകം അല്ലെങ്കിൽ സാധനാ പഞ്ചകം എന്നറിയപ്പെടുന്ന ഒരു കൃതിയുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മഹിസ്ഥിര്യതാം പാപൗഘഃ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം. 5 ശ്ലോകങ്ങളാണ്. ഈ 5 ശ്ലോകങ്ങളിലും ഉപദേശങ്ങളാണ്, പടിപടിയായിട്ടുള്ള ഉപദേശങ്ങൾ. അതിലാദ്യമായിട്ട് എന്താ പറയേണ്ടതെന്നറിയോ? വേദോ നിത്യമധീയതാം. നമ്മളോടുള്ള ഉപദേശമാണ്. എന്താ ചെയ്യേണ്ടത്? നിത്യം വേദത്തെ പഠിച്ചാലും. വേദത്തെ പഠിച്ചാലും എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ, നമ്മുടെ വേദമോ വൈദികങ്ങളായ ശാസ്ത്രങ്ങളോ നിത്യവും പാരായണം ചെയ്ത് അതിനെ ഗ്രഹിക്കാനായിട്ട് പരിശ്രമിച്ചാലും. വേദോ നിത്യമധീയതാം. അപ്പൊ വേദം പഠിക്കാൻ തുടങ്ങിയാൽ അതില് നമ്മൾ ആദ്യം തന്നെ കാണും പല വിധത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ടുള്ള ഉപദേശം. പല വിധത്തിലുള്ള കർമ്മങ്ങള്, അഗ്നിഹോത്രം, അതുപോലെ ഇഷ്ടാഭൂത കർമ്മങ്ങള്, പല വിധത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഉപദേശം കാണും വേദത്തിൽ. അപ്പൊ വേദം വെറുതെ ഇങ്ങനെ പഠിച്ചാൽ മതിയോ? ദിവസവും ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ദിവസവും പഠിച്ചാൽ മതിയോ? അതുപോലെ വേദോ നിത്യമധീയതാം തദുദിതം കർമ്മ സ്വനുഷ്ഠീയതാം. തദുദിതം, അതിന് പറയപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളെ സ്വനുഷ്ഠീയത, നല്ല പോലെ അനുഷ്ഠിച്ചാലും. എന്ന് വെച്ചാൽ അതില് എന്തൊക്കെ ആചരണങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ആചരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചാലും. തേന ഈശസ്യ വിധീയതാം അപചിതി. ആ കർമ്മങ്ങളെ കൊണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരന് അപചിതി വിധീയതാം, ഈശ്വരനെ പൂജ ചെയ്താലും, നമ്മുടെ കർമ്മങ്ങളെ ഈശ്വര പൂജയാക്കി തീർത്താലും. തേന ഈശസ്യ വിധീയതാം അപചിതി. അങ്ങനെ നമ്മൾ കർമ്മങ്ങളെ ചെയ്യുന്ന സമയത്ത് ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും, ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും എന്നൊക്കെ വേദങ്ങളിലെ ഫലശ്രുതി കാണാം. അങ്ങനെ ഫലത്തിലൊക്കെ ഇച്ഛിച്ചിട്ടാണ് കർമ്മം ചെയ്യണമെങ്കിൽ നമുക്ക് ആ തുച്ഛമായിട്ടുള്ള ഫലം മാത്രമേ വന്നു ചേരുള്ളൂ. നേരെ മറിച്ച് ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രയോജനമാണ്. ഫലവും വന്നു ചേരും, ചിത്തശുദ്ധി ഉണ്ടാവും.
ഇന്ന ഫലം കിട്ടണം എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ ഫലം വന്ന് ചേരാൻ മാത്രമേ ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഈശ്വരാർപ്പണ ഭാവത്തിലാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അന്ധകരണത്തിന് ശുദ്ധി കൈവരിക്കാൻ സാധിക്കും. ഏത് വൈദിക കർമ്മമായാലും അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് അന്ധകരണത്തിന് ശുദ്ധി ഉണ്ടാകിയേ തീരും. അപ്പോ വിധീയതാമപചരി അങ്ങനെ ചെയ്യുന്ന സമയത്ത് കാമ്യേ മതിസ്ത്യജ്യത, കാമ്യകർമ്മത്തിൽ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്ന വിധത്തിലുള്ള കാമ്യങ്ങളായിട്ടുള്ള ഭാവത്തില് താല്പര്യത്തെ ഉപേക്ഷിച്ചാലും കാമ്യേ മതിസ്ത്യജ്യത, അങ്ങനെ വൈദികങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ആചാരനിഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോ നമ്മുടെ ഉള്ളില് വിവേകം ഉണ്ടാവും, നിത്യാനിത്യ വിവേകം ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കണം മൈത്രേയിക്ക് യാജ്ഞവൽക്യൻ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ആ നിഗൂഢങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളില് ആ വിവേകമായിട്ട് പ്രകാശിക്കാൻ തുടങ്ങും. അതൊക്കെ നമ്മുടെ ഉള്ളില് അറിവായിട്ട് പ്രകാശിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോ ആത്മേച്ഛയെ നമുക്ക് വളർത്താൻ സാധിക്കും. ആത്മേച്ഛാവ്യവസീയത, നമ്മളുടെ ഉള്ളിൽ ആ ഒരു ആത്മതത്വത്തെ അറിയുന്നതിനായിട്ടുള്ള ഇച്ഛയെ വളർത്തിയാലും പിന്നെയോ ഭവസുഖേ ദോഷോനുസന്ധീയത, ഭവസുഖത്തിൽ ഈ ഭവത്തിൽ ഈ സംസാരത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്ന തുച്ഛങ്ങളായിട്ടുള്ള സുഖങ്ങളുണ്ടല്ലോ, ശരിയാണ്, അതൊക്കെ നേടാൻ സാധിക്കും. പക്ഷെ അതൊക്കെ എത്ര നിസ്സാരമാണ്. നമുക്ക് നേടാൻ സാധിക്കുന്ന ആ ഒരു ഔന്നത്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നിസ്സാരങ്ങളായിട്ടുള്ള സുഖങ്ങളൊക്കെ എത്ര അല്പമാണ്, എത്ര തുച്ഛമാണെന്ന് കണ്ടിട്ട് അതിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിച്ചാലും എന്നാണ് പറയുന്നത്. ഭവസുഖേ ദോഷോനുസന്ധീയത, ഭവസുഖത്തിലുള്ള ദോഷത്തെ നിരന്തരം വിചാരം ചെയ്താൽ, ഭവത്തിൽ സുഖമൊക്കെ ഉണ്ട്, ഇത്തിരി സുഖമൊക്കെ ഉണ്ട്, പക്ഷെ ആ സുഖം ഏതുപോലെയുള്ള സുഖാണ്? പട്ടി എല്ല് കടിച്ചിട്ട് സുഖായി എന്ന് പറയുന്നത് പോലെയുള്ള സുഖാണ്. പട്ടി എല്ല് കടിച്ചു കുറിച്ച് തിന്നുകയാണ്, ചോര കിട്ടുന്നത് ഹായ് സുഖായി എന്ന് പറഞ്ഞിട്ട് നുണയുക. പക്ഷെ മോണം മുറിഞ്ഞിട്ട് സ്വന്തം ചോരയാണ് ഒഴുകി വന്നിട്ട് അതിനെ ആസ്വദിച്ചിട്ടാണ് സുഖായി പറയുന്നത്. അതുപോലെയാണ് ഈ ഭവത്തിന് നമ്മൾ സുഖമുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഒരു ഭാഗത്ത് സുഖാണെങ്കിൽ അതിന്റെ ഇരട്ടി ദുഃഖം മറുഭാഗത്ത് വന്നു ചേരാനുണ്ടാവും. വെള്ളം കുടിക്കുമ്പോ പട്ടി എല്ല് കടിക്കുമ്പോ സുഖായി എന്ന് വിചാരിക്കും, പക്ഷെ പിന്നെ പോയി വെള്ളം കുടിച്ചാലറിയാം അയ്യോ ഇതൊക്കെ വലിയ മുറിവാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെയാണ് ഈ ഭവത്തിലുള്ള സുഖം എന്ന് പറയുന്നത്. ഭവസുഖേ ദോഷോനുസന്ധീയത, എന്നിട്ടോ ആത്മേച്ഛാവ്യവസീയത, ആത്മേച്ഛയെ വളർത്തിയാലും. എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ പറയും നിജഗൃഹാത് തൂർണം വിഗമ്യത, എന്റെ വീട് എന്റെ എന്നുള്ള മമത്വത്തിൽ നിന്നും ഉയർന്നാലും. വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എന്റെ വാച്യാർത്ഥം. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലെന്നുള്ളതിനെ ഇങ്ങനെ പരിഭാഷപ്പെടുക എങ്ങനെ? വീടിനോടുള്ള താതാത്മ്യത്തെ പതുക്കെ താതാത്മ്യത്തിന് ഉപരി എത്തിയാലും വീടിനെ ഉപേക്ഷിച്ചാലെന്ന് പറയുന്നില്ല. പിന്നെയോ വീട്ടിലുള്ള എല്ലാ കാര്യവും ചെയ്യുക, പക്ഷെ ചെയ്യുമ്പോ തന്നെ ആ താതാത്മ്യത്തെ ആ ഒരു ഒട്ടലിൽ നിന്നും ഉയർന്നാലും അവിടെ ഈശ്വരാർപ്പിതമായിട്ടുള്ള ഭാവത്തെ കൊണ്ടുവന്നാലും. എന്നിട്ട് ആത്മതത്വത്തെ അറിയുന്നതിന് വേണ്ടി തത്വനിഷ്ഠനായിട്ടുള്ള ഗുരുവിനെ പ്രാപിച്ചാലും പറയും. ആത്മേച്ഛാവ്യവസീയത നിജഗൃഹ പൂർണ്ണം വിനിർഗമ്യത. ഇതെന്താ? സംഗത് സത്സുവിധീയത. അങ്ങനെ ഒരു ആത്മേച്ഛയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? വീട്ടിലെ TV ഓൺ ചെയ്ത് വെച്ചിട്ട് ഇരിക്കാൻ പാടില്ല പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? സജ്ജനങ്ങളില് സംഗത്തെ ചെയ്താലും നിരന്തര സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഏർപ്പെട്ടാലും സംഗത് സത്സുവിധീയത, സജ്ജനങ്ങളുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുക. അങ്ങനെ നമ്മുടെ ഉള്ളിലും അല്പമായിട്ട് അങ്കുരിച്ച വിവേകത്തെ വളർത്താൻ പരിശീലിക്കണം. എന്നിട്ടോ സദ്വിദ്വാനുപസർപ്യത, സദ്വിദ്വാനായിട്ടുള്ള ആളെ ആശ്രയിച്ചാലും. എന്നിട്ട് അവിടെ
ആ വിദ്വാനെ നമ്മളാൽ കഴിയുന്ന വിധം സേവിച്ചാലും സേവിച്ചിട്ട് ആ ഗുരുമുഖത്തിൽ നിന്നും ശാസ്ത്രത്തെ ശ്രവിക്കാനായിട്ട് പരിശ്രമിച്ചാലും എന്ന് പറയും. അപ്പൊ ശാസ്ത്രത്തെ ശ്രവിക്കുന്നതിന് മുമ്പ്, ആ ഒരു ശ്രവണത്തിനുള്ള അധികാരം നേടിയെടുക്കുന്നതിന് മുമ്പ് വലിയൊരു ഘട്ടമുണ്ട്. അത് നേടിയെടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ആണ് എന്ത് പറയുന്നത്, ശ്രോതവ്യ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം നമ്മള്. അല്ലാതെ നേരിട്ട് പോയിട്ട് ശാസ്ത്രം ശ്രമിച്ചോളൂ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ മൈത്രേയിയോട് യാജ്ഞവൽക്യൻ ഇത്ര ധൈര്യമായിട്ട് ഉപദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? മൈത്രേയി വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു ഗൃഹസ്ഥ ജീവിതത്തെ നയിച്ചു, അതുകൊണ്ട് നേടേണ്ട പക്വത നേടി എന്ന് യാജ്ഞവൽക്യന് നല്ല ബോധ്യമുണ്ട്. മൈത്രേയിയും തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? ഇത്ര വിവേകപൂർണമായിട്ടുള്ള ഒരു പ്രശ്നത്തെ ഉന്നയിക്കുന്നതിലൂടെ, ഒരു ചോദ്യത്തെ ചോദിച്ചതിലൂടെ മൈത്രേയിയും തെളിയിച്ചു, എനിക്ക് വേണ്ട പക്വത ഞാൻ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഗൃഹസ്ഥാശ്രമം കൊണ്ട് ഏതൊരു പക്വതയെ ഞാൻ നേടണോ അത് ഞാൻ നേടിയിരിക്കുന്നു എന്ന് മൈത്രേയി തെളിയിച്ചു. അതുകൊണ്ടാണ് യാജ്ഞവൽക്യന് ധൈര്യമായിട്ട് ശ്രോതവ്യ എന്നൊക്കെ പറയാൻ സാധിച്ചത്. നേരെ മറിച്ച് മൈത്രേയി ഈ നെഞ്ചത്തടിച്ച് കറിയാതിരിക്കട്ടെ, അയ്യോ എന്നെ ഇട്ടേച്ച് പോവുകയാണല്ലോ, അല്ലെങ്കിൽ അയ്യോ അങ്ങേക്കുള്ള സ്വത്ത് മുഴുവനും എനിക്ക് കിട്ടുന്ന ഞാൻ വിചാരിച്ചത് ഇപ്പൊ മൈത്രേയിക്കും പകുതി, കാത്യായനിക്കും പകുതി കൊടുക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മൈത്രേയി അവിടെ കിടന്ന് കരയാനാണ് തുടങ്ങിയിരുന്നെങ്കിൽ യാജ്ഞവൽക്യൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഉപദേശം കൊടുക്കുകയില്ല. നേരെ മറിച്ച് മൈത്രേയി അവർ പക്വതയെ പ്രദർശിപ്പിച്ചു. മൈത്രേയിയുടെ വാക്കുകളില് ഭാവത്തില് ഒക്കെ ആ പക്വതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ യാജ്ഞവൽക്യൻ അറിയാം മൈത്രേയി ഇത്രയും കാലം വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചത്, അതിലൂടെ നേടേണ്ട പക്വതയെ മൈത്രേയി ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൈത്രേയിയോട് ധൈര്യമായിട്ട് പറയാം, എന്ത് പറയാം, ശ്രോതവ്യ, ആത്മതത്വം ശ്രവിക്കേണ്ടതാകുന്നു, പിന്നെയോ മനനം ചെയ്യേണ്ടതാകുന്നു, നിധിധ്യാസനം ചെയ്യേണ്ടതാണ്. ഇവിടെ എങ്ങനെ ശ്രവിക്കണം, ആര് ശ്രവിക്കണം എന്നുള്ളതിനൊരു ഉത്തരമായി. വിവേകശാലിയായിട്ടുള്ള ആൾ ശ്രവിക്കണം. എന്ത് ശ്രവിക്കണം? ആത്മതത്വത്തെ കുറിച്ച് ശ്രവിക്കണം. ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട്, സദ്വിദ്വാന്റെ അടുത്ത് പോയിട്ട് നമ്മള് അങ്ങ് എവിടെയാ ജനിച്ചത്, അങ്ങയുടെ പൂർവാശ്രമത്തിലെ പേരെന്തായിരുന്നു, പൂർവാശ്രമത്തില് ആരൊക്കെയാണ് അച്ഛനമ്മ, ഇങ്ങനെയുള്ള കുശല പ്രശ്നങ്ങളൊന്നും അല്ല വേണ്ടത്. ഒരൊറ്റ ഉദ്ദേശമുള്ളൂ ഗുരുനാഥനെ പ്രാപിച്ചത്. എന്താ ഉദ്ദേശം? ആത്മതത്വത്തെ ശ്രവിക്കണം. അതുകൊണ്ട് തന്റെ ജിജ്ഞാസയെ പ്രകടമാക്കിയിട്ട് ആ ഉപദേശത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് അർത്ഥം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അധികാരിയാണെന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ ഉപദേശിക്കും. എന്തുപദേശിക്കും? ആത്മതത്വത്തെ ഉപദേശിക്കും. അതിനെ ശ്രവിക്കേണ്ടതാകുന്നു. അപ്പൊ ആത്മതത്വത്തെ അറിയണം എന്നുണ്ടെങ്കിൽ ശ്രവണം മാത്രമാണ് അതിനുള്ള ഉപായം. എന്തുകൊണ്ട്? ആത്മജ്ഞാനത്തിന് പ്രമാണമായിട്ടുള്ളത് ശാസ്ത്രമാണ്, ശാസ്ത്രവാക്കുകളാണ് ആത്മജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിൽ പ്രമാണമായിട്ടുള്ളത്. വീണ്ടും നമ്മൾ പ്രമാണത്തിലേക്ക് വന്നു. ഇനി അവിടെ നിന്നിട്ട് ആ പ്രമാണത്തെ കുറിച്ചിട്ടുള്ള വിചാരം നമ്മള് പണ്ട് ഗീതാ ക്ലാസ്സിൽ ചെയ്തതാണ്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവാം. ഈ ഗീതാ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും വീണ്ടും ഒന്നും കൂടി അതൊക്കെ ഓർമ്മിക്കാം. ആ പ്രമാണ വിചാരം ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോവാൻ സാധിക്കൂ. ആത്മതത്വത്തെ അറിയുന്നതിന് പ്രമാണമായിട്ടുള്ളത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തെ പ്രമാണം എന്നുള്ള ഭാവത്തിൽ നമ്മൾ സമീപിക്കേണ്ടതാണ്. അങ്ങനെ ഗുരുമുഖത്തിൽ നിന്നും ശാസ്ത്രത്തെ ശ്രവിക്കുന്നതിലൂടെ നമുക്ക് ആത്മജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. ഒന്നാമതായിട്ടുള്ള സാധനം, ആത്മാവിനെ ദർശിക്കാൻ ഒന്നാമതായിട്ടുള്ള സാധനം ആത്മശ്രവണമാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിനുള്ള പ്രമാണം ശാസ്ത്രമാണ്. എന്താണ് പ്രമാണം എന്ന് പറഞ്ഞാൽ? ഇവിടുന്ന് അങ്ങോട്ട് പ്രമാണത്തെ കുറിച്ചിട്ടുള്ള ചിന്തയായി. അതാ പറഞ്ഞത്, കഥയൊക്കെ തീർന്നിരിക്കണോ, ഈ കാര്യത്തിലേക്ക് കടന്നിരിക്കണോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥയല്ല, കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള കഥയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പിരേഷൻ നൽകുന്ന കഥയാണ് അല്ലെ? മൈത്രേയിയെ
പോലെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റിച്ചാല് നമുക്കെന്തുകൊണ്ട് ആത്മതത്വത്തെ അറിയാമെന്ന് വെച്ചിട്ടുണ്ട്? മൈത്രേയി പറഞ്ഞൊന്നുമില്ല ഞാനും കാട്ടിലേക്ക് വരികയാണ്, ഞാനും അമ്മയുടെ പിന്നാലെ വരികയാണെന്നൊന്നും മൈത്രേയി പറഞ്ഞില്ല. ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ കഴിയാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് ആത്മതത്വത്തെ അറിയണം. അതിന് എന്താണോ വേണ്ടത് അതെനിക്ക് ഉപദേശിച്ചു തരണം എന്നാ മൈത്രേയി പറഞ്ഞത്. അപ്പൊ മൈത്രേയിക്ക് അവിടെ നിന്ന് തന്നെ സാധിക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ യാജ്ഞവൽക്യൻ ഉപദേശിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സാധിക്കില്ലേ? അല്ലെ? ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു പ്രചോദനം നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ ആത്മാവ് ശ്രമിക്കേണ്ടതാവുന്നു, ശ്രമിക്കപ്പെടേണ്ടതാകുന്നു. ആത്മശ്രവണമാണ് ഒന്നാമത്തെ സാധനമായിട്ടുള്ളത്. ഇവിടെ ആത്മതത്വത്തെ അറിയുന്ന വിഷയത്തിൽ നമുക്ക് പ്രമാണമായിട്ടുള്ളത് ശാസ്ത്രമാണ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രമാണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രമാണം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം നമ്മൾ മുമ്പ് ചിന്തിച്ചതാണ്, വീണ്ടും ചിന്തിക്കാം. മുമ്പ് പറയുമ്പോൾ ഗീതാ ക്ലാസ്സിലെ ഗീതായജ്ഞത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചതാണ്. പക്ഷെ വീണ്ടും ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാം. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമാകരണം. പ്രമാണം പ്രമയെ ഉണ്ടാക്കുന്നത് യാതൊന്നാണോ അതാകുന്നു പ്രമാണം. പ്രമ പറഞ്ഞാൽ എന്താണ്? പ്രമ എന്ന് പറഞ്ഞാൽ അറിവ്. അറിവിനെ ഉണ്ടാക്കുന്ന കരണം, ഉപകരണത്തിനാണ് നമ്മൾ പ്രമാണം എന്ന് പറയുന്നത്. പ്രമാകരണം, പ്രമാണം. അറിവ് ഈ ജീവന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ടാവാൻ പല ഉപാധികളുണ്ട്. അതിന് ഒന്നാമതായിട്ട് പറയേണ്ടത് പ്രത്യക്ഷം എന്നുള്ള പ്രമാണത്തെയാണ്. പ്രത്യക്ഷ പ്രമാണം. പ്രത്യക്ഷ പ്രമാണത്തിലൂടെ പ്രത്യക്ഷങ്ങളായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ടാവും. എന്താണ് ഈ പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ടുള്ള കൂടിച്ചേർച്ചയിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അറിവിനെയാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാവാനുള്ള പ്രമാണമാണ് ഇന്ദ്രിയങ്ങള്, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പൊ പ്രത്യക്ഷ ജ്ഞാനം ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാവുന്നു. പിന്നെ അടുത്തതായിട്ട് പ്രമാണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അനുമാനം എന്നുള്ള പ്രമാണം വരും, പിന്നെ ഉപമാനം എന്നുള്ള പ്രമാണം വരും. പിന്നെ ഇതിനെ ഒതുക്കാൻ വേണമെങ്കിൽ പ്രമാണ ചിന്ത, പക്ഷെ കുറച്ചുകൂടി വിശദീകരിച്ചിട്ട് നമുക്ക് അർത്ഥാപത്തിയെയും അനുപലബ്ധിയെയും പ്രമാണങ്ങളായിട്ട് കൂട്ടാം. വിശദമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അടുത്ത പ്രാവശ്യമാവട്ടെ. അടുത്ത പ്രാവശ്യം പ്രമാണത്തെ കുറിച്ച് കൂടി ചിന്തിക്കാൻ തയ്യാറായിട്ട് വരിക. ഇവിടെ ഈ പ്രമാണങ്ങളെ കുറിച്ചുള്ള ചിന്ത നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്നാണെങ്കിൽ, ഇപ്പൊ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായിക്കോട്ടെ, അനുമാനമായിക്കോട്ടെ, ഉപമാനമായിക്കോട്ടെ, അർത്ഥാപത്തി ആയിക്കോട്ടെ, അനുപലബ്ധി ആയിക്കോട്ടെ, ഈ പ്രമാണങ്ങളും എല്ലാം തന്നെ ലൗകികമായിട്ടുള്ള വിഷയങ്ങളെ അറിയുന്നതിനുള്ള പ്രമാണമാണ്. ലൗകിക വിഷയങ്ങളെ അറിയുന്നതിനുള്ള, ഈ ലോകത്തിലുള്ള പല വിഷയങ്ങളെ കുറിച്ച് അറിയാനുള്ള പ്രമാണമാണ് ഈ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം തന്നെ. എന്നാൽ ആത്മതത്വത്തെ അറിയാൻ നമുക്ക് ഇപ്പൊ ഇവിടെ ചിന്തിച്ചതായിട്ടുള്ള, ഇപ്പൊ ഇവിടെ പറഞ്ഞതായിട്ടുള്ള പ്രമാണങ്ങളെ കൊണ്ടൊന്നും സാധ്യമല്ല. എന്താ കാരണം എന്നാണെങ്കിൽ, ഈ അജ്ഞാനിയായിട്ടുള്ള, ഈ അല്പജ്ഞാനിയാണ് താനെന്ന് ധരിക്കുന്ന ജീവനാണ് ഈ പ്രമാണങ്ങളെല്ലാം തന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള പ്രമാതാവിനെ സംബന്ധിച്ചിടത്തോളം, അജ്ഞാനിയായ പ്രമാതാവ് എടുത്തുപയോഗിക്കുന്ന പ്രമാണങ്ങളിലൂടെ ഈ പ്രമാതാവിന്റെ, ഈ ജ്ഞാനിന്റെ, ആത്മാവിന്റെ സ്വരൂപത്തെ അറിയാൻ സാധ്യമല്ല. അവിടെയാണ് ശാസ്ത്രം എന്നുള്ള പ്രമാണം പ്രസക്തമായിട്ട് വരുന്നത്. അപ്പോ ശാസ്ത്രം എന്തിന് ശ്രമിക്കണം? ശാസ്ത്രം വായിച്ചു പഠിച്ചാൽ പോലെ ശ്രമിക്കുന്ന വേണോ? അതെന്തിനാണെന്നുള്ളത് ഈ പ്രമാണത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തിനാണ് ഇത് ശ്രമിക്കുന്നത്, എവിടുന്നാണ് ശ്രമിക്കേണ്ടത്? ഈ വിഷയത്തെ കുറിച്ചൊക്കെ കുറെ കൂടി വിശദമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യമാകട്ടെ. ആത്മാവാനെ ദ്രഷ്ടവ്യ, പിന്നെ ശ്രോതവ്യ, ശ്രവണം ചെയ്യേണ്ടതാകുന്നു, പിന്നെ മന്തവ്യ, പിന്നെ നിധിധ്യാസിതവ്യ.
ഈ 3 ഉപദേശങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്തിന്റെ ആശയം മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിന് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം വിശദമായിട്ട് ചിന്തിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയത്തില്, പറഞ്ഞ വിഷയത്തില് എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും ഭാഗത്ത് മനസ്സിലാവാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജ്ഞാനം, ധൈര്യം. ജ്ഞാനം, ധൈര്യം എടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല ശരിക്കും. അത് കുറെ എണ്ണങ്ങൾ എണ്ണി പറഞ്ഞതാണ്. അന്നത്തെ ഒരു കാലത്തെ സംബന്ധിച്ചിടത്തോളം ഉപനിഷത്ത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നൊക്കെ പറഞ്ഞാൽ ആ നിലയ്ക്ക് പ്രാധാന്യമുള്ള, അതൊക്കെ സമൂഹത്തിന് വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളായിരുന്നു. അതുകൊണ്ട് ആ വാക്കുകളെ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ബ്രാഹ്മണന് സമൂഹത്തില് പ്രാധാന്യം കൂടുതലുണ്ട്. വിദ്വാനാണ് എന്നുള്ളത് കൊണ്ട് പ്രാധാന്യം കൂടുതലുണ്ട്. അപ്പൊ പ്രാധാന്യം കൂടുതലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ള വാക്കുകൾ അങ്ങ് ഉപയോഗിച്ചു എന്നേ അവിടെ എടുക്കേണ്ടതുള്ളൂ. മറ്റേ അർത്ഥം എടുക്കുമ്പോൾ എങ്ങനെയാ വ്യാഖ്യാനിക്കാന്ന്? ജ്ഞാനം അർത്ഥം എടുത്താൽ വ്യാഖ്യാനിക്കാൻ പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത് ഏത്? ജ്ഞാനം, വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ്. വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അല്ലല്ല, ഇവിടെ ശ്രേയസിന്റെ മാർഗം തന്നെയാണ് ഉപദേശിക്കുന്നത്. പ്രേയസ്സെന്നും ഉയർന്നു മൈത്രേയിന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ ഉപദേശിക്കുന്നത്. അല്ല, കാമ്യവസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ അർത്ഥത്തിലല്ലല്ലോ പറയുന്നത്. ആ കാമത്തിന്റെ ശരിയായിട്ടുള്ള സ്വഭാവത്തെ കാണിച്ചു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഓരോരോ വിഷയത്തിലും കാമം, ഈ ലോകത്തില് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോരോ വിഷയത്തിനോടുള്ള കാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. പക്ഷേ ആ കാമം വാസ്തവത്തിൽ തനിക്ക് തന്നോടുള്ള ഇഷ്ടത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടത് തനിക്ക് താൻ തന്നെയാണ് എന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ ഉപദേശം ചെയ്യുന്നത്. ആ പ്രിയം മാറും. പ്രിയം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ള എന്താണെന്നാണെങ്കിൽ, നമുക്ക് മറ്റുള്ളതിനോടൊന്നും പ്രേമം വേണ്ട എന്ന് പറയണില്ല, പ്രിയം വേണ്ട എന്ന് പറയണില്ല. എല്ലാം പ്രിയപ്പെട്ടതായിട്ട് തീരട്ടെ എന്നാ പറയുന്നത്. എല്ലാം ആത്മാ അഭിന്നമാണെന്ന് അറിഞ്ഞ് എല്ലാം പ്രിയപ്പെട്ടതായിട്ട് തീരട്ടെ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആ മോട്ടീവ് എന്താണ്, അത് വാസ്തവത്തിൽ തനിക്ക് തന്നോടുള്ള പ്രേമം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വ്യവഹാരത്തിൽ ആന്തരികമായിട്ട് മാറ്റം ഉണ്ടാവും. ബാഹ്യമായിട്ട് നമുക്ക് വ്യാവഹാരികമായിട്ടുള്ള നീതിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് ഓരോ റോളുകളുണ്ട്. ആ റോളുകൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ വ്യവഹരിച്ചേ തീരൂ, അല്ലേ? ബാഹ്യമായിട്ട് എത്ര അറിവുള്ള വിജ്ഞാനിയാണെന്നിരിക്കട്ടെ, എന്നാൽ പോലും അയാൾ ഏത് ആശ്രമത്തിലാണോ, ഏത് തലത്തിലാണോ അയാൾ ഈ ലൗകികമായിട്ടുള്ള നിലവാരത്തില് വ്യവഹാരത്തിൽ അയാൾ സ്ഥിതി ചെയ്യുന്നത്, അതിനനുസരിച്ച് അയാൾ വ്യവഹരിക്കും. വിജ്ഞാനിയായാൽ പോലും ഇപ്പൊ അയാൾ ഗൃഹസ്ഥാശ്രമത്തിലാണെന്നിരിക്കട്ടെ, ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരാൾക്ക് വിജ്ഞാനി ആയിക്കൂടാന്നൊന്നുമില്ല. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലാണ് ഒരാളെ നിലകൊള്ളണതെങ്കിൽ അയാൾ അവിടെ ഗൃഹത്തിലെ ഒരു ഗൃഹനാഥനെ പോലെ അയാൾ വ്യവഹരിച്ചു എന്ന് വരും. അതുകൊണ്ട് അയാളുടെ വിജ്ഞാനത്തിന് കുറവൊന്നും സംഭവിക്കണില്ലല്ലോ. പക്ഷെ അയാളുടെ ആന്തരികമായിട്ടുള്ള ഭാവത്തില് വ്യത്യാസം ഉണ്ടാവും. ആ ഒരു പരിവർത്തനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായിട്ട് നമ്മൾ ഏത്
അവസ്ഥയിലാണോ, ഏത് സാഹചര്യത്തിലാണോ കഴിയുന്നത്, ആ ഭാവത്തിൽ നമ്മൾ വ്യവഹരിച്ചേ തീരും. അല്ലെങ്കിൽ പിന്നെ സന്യാസി ആയിക്കോളണം. ഇതൊക്കെ വിട്ടിട്ട് ഈ റോളുകളൊക്കെ അഴിച്ചു വെച്ചിട്ട് മിനിമം റോൾ എന്നുള്ള നിലയ്ക്ക് സന്യാസി ആയിക്കോളണം. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സന്യാസി ആയാലും രക്ഷയില്ല. എല്ലാ റോളുകളും നമ്മൾ കെട്ടി ആരുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത്? സമൂഹത്തെ നന്നാക്കേണ്ട റോൾ സന്യാസിയുടെ തലയിൽ, മറ്റ് പ്രസ്ഥാനത്തെ നയിക്കേണ്ട റോൾ ആരുടെ തലയിൽ? എല്ലാം സന്യാസിന്റെ തലയിലാണ് വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ സന്യാസി തന്നെ രക്ഷയില്ല എന്നുള്ള സ്ഥിതിയാണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് വ്യവഹാരത്തിൽ നമ്മൾ ഏത് അവസ്ഥയിലാണ്, ഏത് തലത്തിലാണോ ഉള്ളത്, നമ്മൾ ഏതൊക്കെ റോളുകൾ നിക്ഷിപ്താണോ അതിനനുസരിച്ച് വ്യവഹാരം നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ആന്തരികമായിട്ട് നമ്മളുടെ ഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ ഉപനിഷത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആത്മാവിനെ ദർശിക്കാൻ പോവുകയാണ്, എന്നോടുള്ള കാമം തന്നെയാണ് എൻ്റെ വീട്ടുകാരോടുള്ള കാമത്തിന് അടിസ്ഥാനം, അതുകൊണ്ട് ഇനി ഞാൻ എന്നെ തന്നെയാണ് അറിയാൻ പരിശ്രമിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് വീടും കുടുംബമൊന്നും നോക്കാണ്ട് ഒഴിഞ്ഞു മാറാനുള്ള ഒരു കഴിവായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് എടുക്കാൻ പറ്റില്ല. സമയമായി. വേറെ എന്തെങ്കിലും? എന്തോ പറയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് സ്വർഗത്തെ കുറിച്ചിട്ടുള്ള പ്രസ്താവന നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഉണ്ട്, ഉപനിഷത്തുകളിൽ അടക്കമുണ്ട്. പക്ഷെ അവിടെ എന്താണെന്നാണെങ്കിൽ അത് കേവലം വിശ്വാസത്തിന്റെ വിഷയമാണ്. ശാസ്ത്രത്തിൽ ശ്രദ്ധ, നമുക്ക് ശാസ്ത്രത്തിൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ സ്വർഗം ഉണ്ട് എന്ന് വിശ്വസിക്കാം. ആ വിശ്വാസം തീർത്തും എന്താ പറയാ, യുക്തിക്ക് നിരക്കാത്തൊരു വിശ്വാസം അല്ലതാണ്. യുക്തിക്ക്, നമ്മളുടെ യുക്തിപൂർവ്വം ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ യുക്തിക്ക് ഉപരിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം എന്നല്ലാതെ അതിനപ്പുറം സ്വർഗത്തെ കുറിച്ച് ഉണ്ട് എന്നോ ഇല്ലയാണോ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ആരും സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. നമുക്ക് സ്വർഗത്തിൽ പോയിട്ട് സ്വർഗം ഉണ്ട് ഇല്ല എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ വിശ്വാസത്തിന്റെ കാര്യം മാത്രം, അവർ വിശ്വസിക്കാൻ തക്ക വിധത്തിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏത് നിലയ്ക്ക് സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് നിലയ്ക്ക് അത് എന്താ ചില നമ്മളിപ്പോ ഈ ലോകത്തിൽ തന്നെ ഇതൊരു അനുഭവ മണ്ഡലം മാത്രമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള അനുഭവ മണ്ഡലങ്ങൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് സ്വർഗത്തെയും പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഉറപ്പിക്കേണ്ട ആവശ്യം എന്താ? സ്വർഗം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ശരി, അപ്പൊ നമുക്ക് നിർത്താം അല്ലേ? അടുത്ത ക്ലാസ് 18-ാം തീയതിയാണ് 3:30 മണിക്ക്. അതേസമയത്ത് വേറൊരു പേരോടെ പറയുന്നു. പിന്നെ എല്ലാ ആഴ്ചയും ഇവിടെ ആധ്യാത്മിക ഡിസ്കോഴ്സസ് ഉണ്ട്. അടുത്ത ആഴ്ച 3:30 മണിക്ക് ബ്രഹ്മകുമാരീസിന്റെ ക്ലാസ് ഉണ്ട്. അതിനുശേഷം 4:30 ശേഷം കശ്യപവേദയുടെ ക്ലാസ് ഉണ്ടെന്നും അവർ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനുകൂല ടീച്ചർ ചില കാര്യങ്ങൾ പറയുന്നവരോട് ഒന്ന് ശ്രദ്ധിക്കുന്നു. പ്രിയമുള്ളവരെ,